कृष्ण हरे हरे राम राम हरे हरे। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति सुपान्तिकं वन्देहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं स्वाद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगणललिता श्रीविशाखान्वितां च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिकान्त राधाकान्त नमोऽस्तुते तप्तकाञ्चन गौराङ्गी राधे श्रीवृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। മൂകം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരു ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യീശ്വരം വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നമിനി നമാചാര്യായ പദായ നിതായ കൃപാപ്രദായിനി ഗൗരഗദാ ദാമോദായ നഗരഗ്രാമതാരിണി നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശത്താരിണി जय श्री कृष्ण चैतन्य प्रभु नित्यानंदा श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंदा हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरते नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकी सर्वत्र गोविंद नाम संकीर्तनं गोविंद गोविंद। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। हरि ओम। ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി, ഹരേ കൃഷ്ണ രാധാ മാതാജി, ഹരേ കൃഷ്ണ സബിത മാതാജി. രാധാ മാതാജി തിരുവനന്തപുരത്തുള്ള രാധാ മാതാജി അല്ലേ? ഹരേ കൃഷ്ണ രാധാ മാതാജി. കുറെ ദിവസമായി കേറിയിട്ട്. അതെ, അതുകൊണ്ടാണ് ഒരുപാട് പേരുണ്ട് രാധ രാധിക എന്നൊക്കെ പറഞ്ഞ. പിക്ചറും ഒന്നും ഇല്ലാത്തത് കൊണ്ട്, വീഡിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിച്ചത്. ഇപ്പൊ മനസ്സിലായി. ജ്ഞാനാംബിക മാതാജിയുടെ അതെ അതല്ല. ആ അതെ അതെ. അതെ അതെ, മനസ്സിലായി. മാതാജിക്ക് എന്ത് പറ്റിയിരുന്നു? എന്തെങ്കിലും അസുഖമായിരുന്നോ? എനിക്കൊന്നും മെസ്സേജ് ചെയ്യാനോ ഒന്നും പറ്റുന്നുമില്ലായിരുന്നു. ഞാൻ നല്ല തിരക്കിലായിരുന്നു നാട്ടിലൊക്കെ വന്ന്. എന്ത് പറ്റിയായിരുന്നു മാതാജിക്ക്? തിരക്കായിരുന്നു. പിന്നെ കാറ്ററാക്ട് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു. പിന്നെ ഹസ്ബൻഡിന്റെ ഇപ്പൊ കഴിഞ്ഞ്. പിന്നെ ഇച്ചിരി തിരക്ക്. അതെയോ? എല്ലാം എത്രയും പെട്ടെന്ന് മാറട്ടെ. നമുക്ക് ഭഗവാന്റെ അടുക്കെ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമുക്ക് രാധാമാതാജിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മളുടെ കൂട്ടത്തിലുള്ള ഒരു പള്ളിപ്പുറം, ആ അത് വേറൊരു മാധവി രാധാ മാതാജി. അത് ആ മാതാജിക്കും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ക്ലാസ്സിലും വരുന്നില്ല. അവർക്ക് ക്ഷേത്രത്തിലൊക്കെ പോയി വായനയൊക്കെ ഉണ്ടായിരുന്നായിരുന്നു, അതിനും പറ്റുന്നില്ല. എന്തൊക്കെയോ മേലായി ആയിട്ട് ഇപ്പൊ 3 മാസമായി ക്ലാസ്സിൽ വന്നിട്ട്. ഞാൻ കാര്യം ഇന്നലെ മെസ്സേജ് ചെയ്യുന്നത്. ഞാനും വിട്ടുപോയി ഒന്ന് ഫോളോ അപ്പ് ചെയ്യാനോ അന്വേഷിക്കാനോ. അങ്ങനെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോ ഇതായിരുന്നു അവസ്ഥ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു മാതാജിയുണ്ട്, സതി മാതാജി. ഈ സത്സംഗം തുടങ്ങാൻ തന്നെ കാരണക്കാരിയായിട്ടുള്ള ഒരു മാതാജിയാണ്. എൻ്റെ കൂടെ വൃന്ദാവനത്തിൽ വന്നാണ്. ആ മാതാജിയും ഒരു 3-4 ക്ലാസ് ആയിട്ട് കയറുന്നില്ല. കാര്യം ഞാൻ ഗുരുവായൂർ വന്നപ്പോ 3-4 മാസം 3-4 ക്ലാസ്സുകളിലായിട്ട് വരുന്നില്ല. ഞാൻ ഗുരുവായൂർ വന്നപ്പോ എന്നെ കാണാനായിട്ട് അവിടെ ബാംഗ്ലൂരിൽ നിന്ന് എത്തിയതാണ്. ഓ അവിടെ എൻ്റെ കൂടെ സത്സംഗത്തിലൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ വീട്ടിലും വന്നായിരുന്നു. പക്ഷെ മാതാജി എന്തുകൊണ്ടാണെന്ന് ഞാനും ഒന്ന് അന്വേഷിക്കാൻ വിട്ടുപോയി. പക്ഷെ മാതാജി എന്താ പറയാ, തോളിന്റെ എല്ല് അകന്നു പോയിരിക്കുകയാണ്. അതുപോലെ അങ്ങനത്തെ കണ്ട് കുറെ സർജറി വേണം, ബോൾട്ട് ഇടാൻ, നട്ടിടണം, പിന്നെ അങ്ങനത്തെ എന്തോ കുറെ വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞു. കേട്ടപ്പോൾ വളരെ വിഷമം തോന്നി. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് 3 പ്രാവശ്യം നമുക്ക് നരസിംഹ ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ അർപ്പിച്ചുകൊണ്ട് 3 പ്രാവശ്യം ഉഗ്രംവീരം ജപിക്കാം.
ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യോർമൃത്യുന്മാമിഹം. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യോർമൃത്യുന്മാമിഹം. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യോർമൃത്യുന്മാമിഹം. ജയ് നരസിംഹ ശ്രീ നരസിംഹ. ജയ് ജയ് നരസിംഹ. ജയ് പ്രഹ്ലാദേശ. ജയ അഭദ്മുഖ. भगवत औरंगाबाद महाराज नरसिम्हा भगवान की जय, भक्त प्रहलाद महाराज की जय, गुरुदेव महाराज की जय, श्रील प्रभुपाद की जय, ഗൗര പ്രമാനന്ദേ. ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. അപ്പം നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടിയിട്ട്. കാര്യം നമ്മളുടെയൊക്കെ പ്രാർത്ഥന ആം, വളരെയധികം ഭഗവാൻ കേൾക്കും എന്നുള്ളത് വാസ്തവമാണ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ അത് കേൾക്കും എന്നുള്ളത്, നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. അതായത് ഒരു റെക്കമെൻഡേഷൻ, ആ ഒരു റെക്കമെൻഡേഷൻ ഭഗവാൻ തീർച്ചയായിട്ടും കേൾക്കാതിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് അപ്പം നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും ആൾക്കാരുണ്ടാകും എന്ന് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. അപ്പം ഈ പറഞ്ഞ 3 പേർക്ക് വേണ്ടിയിട്ട്, അതായത് ഇപ്പം നമ്മുടെ കൂടെ ഇരിക്കുന്ന രാധാമാതാജി ഇപ്പം കാറ്ററാക്റ്റിന്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. മാതാജി എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച്, ഞാൻ ജ്ഞാനാംബിക മാതാജിയോട് പോലും ഒന്ന് ചോദിക്കാനോ തിരക്കാനോ വിട്ടുപോയി എന്നുള്ള വാസ്തവമാണ്. അപ്പൊ എന്നോട് ക്ഷമിക്കണം, ഞാൻ അന്വേഷിക്കാത്തത് കൊണ്ട്. ഇന്നലെയൊക്കെ ആയിട്ട് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഞാൻ കുറെ പരാതി കേട്ടു, പ്രഭു ഒന്ന് അന്വേഷിക്കുന്ന പോലും ഇല്ല ഒന്ന്. കാര്യം ഞാൻ ഏത് ലെവലിൽ കൂടെയാ പോകുന്നതെന്നുള്ളത് എനിക്കും ഭഗവാനും മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത്ര തിരക്കാണെങ്കിലും അന്വേഷിക്കാഞ്ഞത് എന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റ് തന്നെയാണെന്ന് ഞാനത് ഉൾക്കൊള്ളുന്നു. ഞാൻ തന്നെ അതിന്റെ ഉത്തരവാദിത്തം എല്ലാവരും ഞാൻ നിങ്ങളോടൊക്കെ ക്ഷമ ചോദിക്കുന്ന. ആരെങ്കിലും വരാതിരുന്നെങ്കിൽ ഞാൻ അന്വേഷിക്കാതെ ഇരുന്നു എന്ന് ഇനി നിങ്ങൾ ആരോപിച്ചാൽ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. കാര്യം അത് ശബ്ദം ഉം, തീരെ വയ്യായിരുന്നല്ലോ, ഇപ്പം ക്ലിയർ ആയി എല്ലാം, വോയിസ് ഒക്കെ അല്ലേ? ഇങ്ങനെ ക്ലിയർ ആയി വരുന്നു മാതാജി. ഞാൻ ഹോമിയോ മരുന്നാക്കി. ഓ കാര്യം മറ്റേ അതിന്റെ സ്റ്റെറോയിഡ് കഴിച്ചിട്ട് എനിക്ക് ഒരു 10 kg വെയിറ്റ് ഇൻക്രീസ് ആയി. പിന്നെ ഓ ഓ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു അത് സംബന്ധിച്ച്. അപ്പൊ അതുകൊണ്ട് ഓ ഞാൻ ഹോമിയോ മരുന്നാക്കി. 3 മാസത്തെ മെഡിസിൻ മേടിച്ചുകൊണ്ട് നാട്ടിൽ നിന്ന് ഞാൻ ഇങ്ങ് വന്നത്. ഉം. മാതാജിയും ഡോക്ടറാണല്ലേ? ഞാൻ അറിഞ്ഞിരുന്നില്ല. വയസ്സായി. ഞാൻ ഈ കഴിഞ്ഞ 2 ആഴ്ച മുൻപേ ആണ് ഞാൻ അറിഞ്ഞത്. ഹരേ കൃഷ്ണ. മാതാജി എവിടെയായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്? ഇല്ല, പ്രാക്ടീസ് ഹെൽത്ത് ചെയ്തോണ്ടിരുന്നത്? സർവീസിലാണ്, ഈ കോളേജിലല്ല. അല്ലല്ലേ, ഹെൽത്ത് സർവീസിലായിരുന്നില്ലേ? സർവീസ് ഗവൺമെന്റ് ഗവൺമെന്റ് രണ്ടായിട്ടാണല്ലോ, മെഡിക്കൽ കോളേജ്, ഹെൽത്ത് സർവീസ്. ആ ആ ആ. ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റ്. ആയിരുന്നല്ലേ. പ്രഭുജിയോ? എന്താ? പ്രഭു എവിടെയായിരുന്നു? അതെ, എഞ്ചിനീയർ ആയിരുന്നു, സിവിൽ ഇലക്ട്രിസിറ്റി ബോർഡ്. ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നല്ലേ. ആ. കൃഷ്ണ. ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ശ്ലോകം ഏതാന്ന് ഓർക്കുന്നുണ്ട്. 33, 34 ആണ് അല്ലേ അതെ ഇന്നത്തേത്? അതെ, 33, 34. അപ്പൊ നമുക്ക് ഇന്നത്തേതും കൊണ്ട് ഈ രണ്ടാമത്തെ ചാപ്റ്റർ തീരുകയാണ്. നമ്മൾ ഒരു വർഷം കൊണ്ട് ഇത് ഒന്നാമത്തെ കാണ്ടോ തീർക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. നടക്കുമോ അറിയില്ല. അപ്പം ഇത് ദിവ്യത്വവും ദിവ്യ സേവനവും എന്നുള്ള ആ, ശ്രീമദ് ഭാഗവതത്തിലെ ഒന്നാമത്തെ സ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായം, ഇതിന്റെ അവസാനത്തെ 2 ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. 33, 34. അപ്പൊ ആൾക്കാരൊക്കെ കണ്ടില്ലേ, കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ചിലപ്പം മായ പിടിക്കുന്നതാണോ, ഇതേപോലത്തെ അസുഖങ്ങളൊക്കെ പ്രഭു, ആണോ എന്ന്. ഞാനൊരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ പ്രഭു, ഒന്നൊരു കാര്യം, ഒരു മിനിറ്റ്. പ്രഭു, അന്നത്തെ ആ ഭാഗവതത്തിന്റെ അന്ന് ഒരു ബുക്ക് വല്ലതും കുറവ് കാണുമെന്ന് എന്നോട് പ്രഭു പറഞ്ഞായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചില്ല. ഞാൻ മിനിഞ്ഞാന്നത് നോക്കുമ്പോഴാ 10-ാം സ്കന്ധത്തിന്റെ 1ഉം 2ഉം സ്കന്ധങ്ങളില്ല പ്രഭു അതിന്റെ അകത്ത്. ഞാൻ ആകെ എടുത്തോണ്ട് പോകുന്നത് മാതാജി, ഞാന് ഖത്തറിന് കൊണ്ടുവന്നത് 2 ബുക്കാണ്. അത് എന്റെ കയ്യിൽ ദേ ഇവിടെ ഇരിപ്പുണ്ട്. അത് ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധത്തിലെ 1ഉം 2ഉം ഭാഗം. അത് മാത്രമേ ഉള്ളായിരുന്നു കുറവ്. പ്രഭു, അങ്ങനെ ഞാനായിട്ട് എടുത്തു. തൃതീയ സ്കന്ധം ഉണ്ടോ? 1ഉം 2ഉം തൃതീയ സ്കന്ധം 1ഉം 2ഉം ഉണ്ടോ? അതാണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത്. അത് രണ്ടും എന്റെ കയ്യിൽ ഇവിടെ ഇരിപ്പുണ്ട്. അത് മാത്രമേ ഞാൻ എന്റെ കൊണ്ടുവന്നുള്ളൂ. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 10-ാം ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് സ്കന്ധത്തിന്റെ 1ഉം 2ഉം സ്കന്ധങ്ങളില്ല പ്രഭു. അത് അതായിട്ട് കിട്ടുമോ പ്രഭു അന്നേരം? അത് കിട്ടും കിട്ടും. അതായിട്ട് കിട്ടും. കിട്ടുമോ? കിട്ടും കിട്ടും. ഈ തൃതീയ സ്കന്ധം 1-2 വോളിയമാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കാര്യം അത് ഒരു പ്രഭുജി എന്നോട് ചോദിച്ചിരുന്നു. കാര്യം ഈ 18 വോളിയം കൂടെ എടുത്തുകൊണ്ട് വരാൻ പറ്റില്ലല്ലോ. 12 സ്കന്ധം 18 വോളിയം ആയിട്ടാണ്, 18 ബുക്കായിട്ട്.
അത് തന്നെ ആ ഈവൻ ഞങ്ങൾക്ക് ഇവിടെ പോയി എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. കൊറിയർ വന്നിടത്ത് പോയി എടുത്തോണ്ട് ചുമന്ന് വരാൻ നല്ല ബുദ്ധിമുട്ടി. അപ്പൊ അത്രയും വെയിറ്റ് ആയിരുന്നു. അപ്പൊ ഇത് മാത്രം ഒരു പ്രഭുജി ഇവിടെ കൃഷ്ണചൈതന്യ പ്രഭു എന്ന് പറഞ്ഞ് നമുക്ക് ക്ലാസ് എടുക്കാൻ വരുന്ന ആ പ്രഭുവിന് ഈ സ്കന്ധ റെഫർ ചെയ്യാനായിട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് കൊണ്ടുവന്നാണ്. ഓക്കെ. ബാക്കി അവിടെ ആ, വീട്ടിൽ ഞാൻ ഇരിക്കുകയാണ്. അന്ന് എന്നോട് പ്രഭു പറഞ്ഞു ഒരു ബുക്ക് ഏതാണ്ട് കുറവുണ്ട്. ഞാനത് ശ്രദ്ധിച്ചില്ല, നോക്കിയില്ല. പൂജാമുദ്രയ്ക്ക് ഞാൻ അവിടെ വെച്ചു, കബോർഡിൽ വെച്ചു. പക്ഷെ കബോർഡ് ഈ മോടെ കല്യാണത്തിന് അവിടെ പൂജാമുറി പെയിന്റ് അടിച്ചപ്പോ തണുപ്പടിച്ചു പ്രഭു. പൂക്കൊക്കെ പൂത്ത പോലും ഞാൻ ഈയിടെ നോക്കിയപ്പോ എല്ലായിടത്തും വെളിയിൽ നോക്കിയപ്പോ ഞാൻ 10ാം സ്കന്ധത്തിന്റെ 1ഉം 2ഉം ഇല്ല. അന്നേരം എനിക്ക് അത് മനസ്സിലായത്. എന്നാൽ മധുപ്രഭു എടുത്തതായിരിക്കാം. അതായത് ഞാനായിട്ട് എന്നോട് എടുത്തിട്ടില്ല. ഓർമ്മ കുറവ് വേണമെന്ന്. ഞാൻ തൃതീയ സ്കന്ധം മാത്രമേ എടുത്തിട്ടുള്ളൂ. 10ാം സ്കന്ധം എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ അവതാരാണ്. അപ്പൊ അത് കാരണം തീർച്ചയായിട്ടും അത് അവരാരെങ്കിലും എടുത്തതായിരിക്കാം. അത് അന്നേരം ഞാൻ എടുത്തിട്ടില്ല. ആമസോണിൽ ബുക്ക് ചെയ്തല്ല കിട്ടുമായിരിക്കല്ലേ പ്രഭു? ആമസോണിൽ ആമസോണിൽ ബുക്ക് ചെയ്താലും കിട്ടും. ഞാനത് കൃത്യമായിട്ട് 18 സ്കന്ധങ്ങൾ ഞാൻ വെരിഫൈ ചെയ്തിട്ട് പോസ്റ്റലിൽ നിന്ന് വെരിഫൈ ചെയ്തിട്ട് സൈൻ ചെയ്ത് മേടിച്ച് ഞാൻ വീട്ടിൽ വന്ന് വെരിഫൈ ചെയ്തതാണ്. സംഭവം എല്ലാം ഉണ്ടായിരുന്നു. അതിൽ ആണോ? രണ്ടേ രണ്ട് ബുക്ക്, അതായത് തൃതീയ സ്കന്ധം, അത് മാത്രമേ ഞാൻ ആ എടുത്തിട്ടുള്ളൂ. ബാക്കി മുഴുവനും അവിടെ ഉണ്ടായിരുന്നതാണ്. അതിപ്പം എടുത്തയച്ച ആൾക്കാർ ആരെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നോ? ഇപ്രാവശ്യം ഞാൻ ഏറ്റുമാനൂർ വീട്ടിൽ പോയപ്പോൾ അവിടെ 1ാമത്തെ സ്കന്ധം അതുപോലെ ഏതോ ഒരു ബുക്ക് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അത് മധുപ്രഭു ക്ലാസ് എടുത്തുകൊണ്ടിരുന്നായിരുന്നു. പക്ഷെ എനിക്ക് സമയക്കുറവായതാണ് അത് കൂടുതൽ എടുത്ത് നോക്കാനൊന്നും പറ്റില്ല. ഒരു ബുക്ക് അവിടെ കണ്ടു. പക്ഷെ അത് പഴയതാണ്. ഒരുപാട് പഴയതുപോലെ തോന്നി, ഉപയോഗിച്ച പോലെ തോന്നി. അതാ പുള്ളി എടുത്ത് ഉപയോഗിച്ചതായിരിക്കും. അത് കണ്ടിട്ട് അങ്ങനെ തോന്നി. അപ്പൊ ഇനി പുള്ളിക്കാരൻ ഏതെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മാതാജിക്ക് ഞാൻ മിസ്സിംഗ് ആയിട്ടുള്ളത് കിട്ടും. അത് പോസ്റ്റലിൽ കിട്ടും. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നമ്മള് ടെമ്പിളിൽ നമ്മൾ ഗുരുവായൂർ ജയപ്രകാശ് സ്റ്റോഴ്സിൽ ചോദിച്ചാൽ കാണുമായിരിക്കുമല്ലോ അവിടെ. അവിടെ ഉണ്ട്. അവര് അയച്ചു തരും. പറഞ്ഞാൽ മതി, ഫോൺ വിളിച്ചിട്ട് പറഞ്ഞാൽ മതി. ഗൂഗിൾ പേ ചെയ്ത് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെത്തിക്കും. ഗുരുവായൂർ ഒന്ന് പോണോന്ന് വിചാരിക്കുന്നുണ്ട് പ്രഭു, അടുത്ത മാസം അങ്ങനെ ഒന്നേ. ആ അന്നേരം ഒന്ന് അന്വേഷിക്കാൻ വിചാരിച്ചു. ശരി. ജയപതാക സ്റ്റോറിൽ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും. അടുത്തത് ഓക്കെ. നമുക്കിന്ന് ശ്ലോകം 33 നമുക്ക് ശ്ലോകത്തിലേക്ക് കിടക്കാം. അസൗ സൂക്ഷ്മേന്ദ്രിയാത്മഭീം സ്വനിർമ്മിതേഷു നിർവിഷ്ടോ ഭുങ്ക്തേ ഭൂതേഷു തദ്ഗുണാൻ. അസൗ ഗുണമയൈർഭാവൈർഭൂതസൂക്ഷ്മേന്ദ്രിയാത്മഭിः സ്വനിർമ്മിതേഷു നിർവിഷ്ടോ ഭുങ്ക്തേ ഭൂതേഷു തദ്ഗുണാൻ. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ. അസൗ ഗുണമയൈർഭാവൈർഭൂത സൂക്ഷ്മേന്ദ്രിയാത്മഭിः സ്വനിർമ്മിതേഷു നിർവിഷ്ടോ ഭുങ്ക്തേ ഭൂതേഷു തദ്ഗുണാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാധാമാതാജിയുടെ ഭാഗവതം ഉണ്ടോ? ഉണ്ട് പ്രഭു. ഹരേ ആ കൃഷ്ണ. അസൂക്ഷ്മേന്ദ്രിയാത്മഭിः സ്വനിർമ്മിതേഷു നിർവിഷ്ടോ ഭുങ്ക്തേ ഭൂതേഷു തദ്ഗുണാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സബിത മാതാജി. ഹരേ കൃഷ്ണ. അസോ ഗുണമയൈർഭവൈർഭൂതസൂക്ഷ്മേന്ദ്രിയാത്മഭിः സ്വനിർമ്മിതേഷു നിർവിഷ്ടോ ഭുങ്ക്തേ ഭൂതേഷു തദ്ഗുണാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീരഞ്ജനി മാതാജി, അതിന്റെ ശ്ലോകവും അതിന്റെ പദാനുപദ തർജ്ജമയും കൂടെ കൂടി ഒന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കും. നമോ ഭഗവതേ വാസുദേവായ. അസൗ ഗുണമയൈർഭൂതസൂക്ഷ്മേന്ദ്രിയാത്മഭിः സ്വനിർമ്മിതേഷു നിർവിഷ്ടോ ഭുങ്ക്തേ ഭൂതേഷു തദ്ഗുണാൻ. അസൗ ശബ്ദാർത്ഥം ബൈ വെങ്കടേശ് സ്വാമി ശ്രീല പ്രഭാത്. ജയ് ശ്രീല പ്രഭാത്. അസൗ ആ പരമാത്മാവ് ഗുണമയൈഹി ഭൗതിക പ്രകൃതി ഗുണങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നു. ഭാവൈഹി സ്വാഭാവികമായി, ഭൂത സൃഷ്ടിച്ചു, സൂക്ഷ്മം ഇന്ദ്രിയങ്ങൾ, ആത്മഭിഹി ജീവസത്തകളാൽ, സഹ നിർമ്മിതേഷു അദ്ദേഹത്തിന്റെ ഭഗവാന്റെ സ്വസൃഷ്ടിയിൽ, നിർവിഷ്ട പ്രവേശിക്കുന്നു, ഭുങ്ക്തേ ആനന്ദഹേതു, ഭൂതേഷു
ജീവസത്തകളാൽ തദ്ഗുണാൻ പ്രകൃതിയുടെ കൃഷ്ണ ഹരേ കൃഷ്ണന്റെ വിവർത്തനം കൂടെ വായിച്ചു മാതാജി. ഹരേ കൃഷ്ണ മാതാജി, വിവർത്തനം. വിവർത്തനം ബൈ ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ജയ് ശ്രീല പ്രഭുപാദ്. ഒരു സെക്കൻഡ്. കേക്കത്തില്ല മാതാജി. ഒരു സെക്കൻഡ് പ്രഭു, ഒന്ന് എടുത്തിട്ട് അത് കയ്യിൽ നിന്ന് വിട്ടു പോയി. അപ്പൊ ആ, കുഴപ്പമില്ല. ഇവിടെ നിന്ന് എടുത്തോട്ടെ. വിവർത്തനം ബൈ ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ജയ് ശ്രീല പ്രഭുപാദ്. ഭൗതിക പ്രകൃതിയുടെ സ്വാധീനത്തിലായ ജീവാത്മാക്കളുടെ ശരീരത്തിൽ പരമാത്മാവ് സന്നിവേശിക്കുകയും അപ്രകാരം ഹൃദയസ്ഥനായി ഈ പരിണാമങ്ങളിൽ ഭൗതിക പ്രകൃതിയുടെ ഗുണപരിണാമങ്ങളിൽ ആനന്ദിക്കാനുള്ള സംഭവ ഹേതുവാകുന്നു. ഭൗതിക പ്രകൃതിയിൽ പരമാത്മാവ് പ്രവേശിക്കുകയും സൂക്ഷ്മ മനസ്സിനാൽ ആ പ്രവർത്തന ഫലങ്ങളിൽ അവരെ ആനന്ദിപ്പിക്കാൻ ഹേതുവാകുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം വായിക്കണം. ഭാവാർത്ഥമാണ് മാതാജി വായിച്ചേക്കുന്നത്. ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ്. ജയ ശ്രീല പ്രഭുപാദ്. ഉത്തുംഗ മേധാശാലിയായ ബ്രഹ്മദേവൻ മുതൽ അങ്ങ് താഴെയുള്ള നിസാര ഉറുമ്പ് വരെ 84 ലക്ഷം ജീവിവർഗങ്ങളുണ്ട്. മാത്രവുമല്ല, സൂക്ഷ്മ മനസ്സിന്റെയും ശരീരത്തിന്റെയും ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവയൊക്കെ ഭൗതിക ലോകത്തെ ആസ്വദിക്കുന്നു. സൂക്ഷ്മ മനസ്സിന്റെ ഉപാധികൾക്ക് അധിഷ്ഠിതമാണ് സ്ഥൂല ശരീരം. മാത്രവുമല്ല, ജീവാത്മാക്കളുടെ അഭിലാഷങ്ങൾക്കനുസരിച്ചാണ് ഇന്ദ്രിയങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. അവൻ ആഗ്രഹിക്കുന്നതൊക്കെ സ്വായത്തമാക്കാൻ ജീവാത്മാവ് സർവപ്രകാരത്തിലും നിസ്സഹായനാകയാൽ ഭഗവാൻ പരമാത്മാവായി ഭൗതിക ആനന്ദം നേടാൻ ജീവാത്മാക്കളെ സഹായിക്കുന്നു. അവൻ ആഗ്രഹിക്കുന്നു, ഭഗവാൻ തീരുമാനിക്കുന്നു. മറ്റൊരർത്ഥത്തിൽ ഭഗവാന്റെ അവിഭാജ്യ ഘടകങ്ങളാണ് ജീവാത്മാക്കൾ. ആകയാൽ അവർ ഭഗവാനുമായി ഐക്യം പ്രാപിച്ചവരാകുന്നു. ഭഗവത്ഗീതയിൽ എല്ലാവിധ ശരീരത്തോടു കൂടിയ ജീവാത്മാക്കളും തന്റെ പുത്രരാണെന്ന് ഭഗവാൻ പറയുന്നു. പുത്രന്റെ ക്ലേശവും ആനന്ദവുമെല്ലാം പരോക്ഷമായി പിതാവിന്റെയും ക്ലേശവും ആനന്ദവുമാകുന്നു. എന്നിരുന്നാലും ഒരു തരത്തിലും പുത്രന്റെ ക്ലേശങ്ങളോ സന്തോഷങ്ങളോ പിതാവിനെ സ്പർശിക്കുന്നില്ല. ഭഗവാൻ സദാ ജീവാത്മാക്കളിൽ പരമാത്മാവായി സ്ഥിതി ചെയ്യുന്നു. അത്രത്തോളം കൃപാപുരസരനാണ് ഭഗവാൻ. മാത്രവുമല്ല, ജീവാത്മാക്കളെ യഥാർത്ഥ ആനന്ദത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ഭഗവാൻ സദാ പരിശ്രമിക്കുന്നു. ഓം ദസതി ഹരി ഓം ദസത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ഈ ശ്ലോകം ദിവ്യത്വവും ദിവ്യസേവനം എന്നുള്ള ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് സുഖദേവ ഗോസ്വാമി, സൂത ഗോസ്വാമി അവിടെ ഇരിക്കുന്ന ഋഷികളോട് പറഞ്ഞ് തുടങ്ങുന്ന ഭാഗമാണ്. കുറെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അല്ലേ? ആദ്യത്തെ ഇതിൽ നമ്മൾ കണ്ടിരുന്നു, ആദ്യത്തെ ചാപ്റ്ററിൽ. അപ്പൊ അതിന്റെ മറുപടി പറഞ്ഞ് തുടങ്ങുന്ന ഒരു ഭാഗങ്ങളാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ സൃഷ്ടിയെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭൗതിക പ്രകൃതിയുടെ സ്വാധീനത്തിലായ ജീവാത്മാക്കളുടെ ശരീരത്തിൽ പരമാത്മാവ് സന്നിവേശിക്കുന്നു. അപ്പൊ നമ്മൾ മനസ്സിലായി, നമ്മളുടെ ഈ ശരീരം എന്തുകൊണ്ട് നിർമ്മിച്ചതാണ്? പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് അല്ലെ ശരീരം, അല്ലെ? അപ്പൊ അത് നമ്മൾ എങ്ങനെ സാധൂകരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഒരു പുരുഷൻ കഴിക്കുന്ന ആ ഭോജ്യങ്ങള് എന്താണ്? പ്രകൃതിയിൽ നിന്ന് കിട്ടിയതാണ് അല്ലെ? സസ്യങ്ങളാണ് കഴിക്കുന്നതെങ്കിൽ സസ്യങ്ങൾക്കുള്ള ആ പോഷണങ്ങളൊക്കെ കിട്ടുന്ന എവിടെ നിന്നാണ്? പ്രകൃതിയിൽ നിന്നാണ്. മണ്ണ്, ആകാശം, ഭൂമി, അഗ്നി, വായു, ജലം, ഇങ്ങനെയൊക്കെയുള്ള ഇതിൽ നിന്നാണ് ആ പോഷണം കിട്ടുന്നത്. അതൊരു പുരുഷന്റെ ശരീരത്തിൽ കയറി രക്തമായി ബീജമായി പരിണമിച്ചിട്ട് അങ്ങനെയാണ് അത് ആണ് ഈ ശരീരമായിട്ട് പരിണമിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ആത്മാവ് എന്ത് ചെയ്യുന്നു? ഭഗവാന്റെ അംശമാണ് അല്ലേ? അഹം ബീജപ്രദപിത എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പം ഞാനാണ് എല്ലാവരുടെയും പിതാവെന്ന്. അപ്പം പിതാവായിട്ടുള്ള ഭഗവാനാണ് എന്താണ് ഈ സൃഷ്ടികൾ മുഴുവൻ നടത്തുന്നത്. അപ്പൊ അതിന്റെ ശരീരം മാത്രം ഭഗവാൻ എന്ത് ചെയ്തു? ഭൗതിക പ്രകൃതിയെ ആശ്രയിച്ചു. കാര്യം ഭഗവാന്റെ അധീനതയിലാണ് ഭൗതിക പ്രകൃതിയും ആന്തരിക പ്രകൃതിയും. അപ്പൊ ആ ഭൗതിക പ്രകൃതിയാൽ നിർമ്മിതമായ വസ്തുവാണ് നമ്മുടെ ശരീരം. അപ്പൊ ഈ ശരീരം എന്താണ്? നമ്മളുടെ
സ്ഥൂല ശരീരം എന്ന് പറയുന്നു. സ്ഥൂല ശരീരം നമുക്ക് കാണാൻ പറ്റുന്ന ശരീരമാണല്ലോ അല്ലെ? അപ്പൊ അതുകൊണ്ട് സ്ഥൂല ശരീരം. അതിന്റെ കൂടെ തന്നെ സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞ ശരീരമുണ്ട്. ആ ശരീരം എന്താണ്? എന്തൊക്കെയാണ്? മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം. അതിന്റെ കൂടെ ഒരാളൂടെ ഉണ്ട്. എന്താണ്? ജീവാത്മാവ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ കൂടിയുണ്ട്. ആ ജീവാത്മാവ് എന്താണ്? മമേവാംശ ജീവലോകെ ജീവഭൂത സനാതന, എന്റെ ശാശ്വത അംശമാണ്, ഭഗവാന്റെ അംശമാണ് അല്ലെ? ആ ജീവാത്മാവ് ഭഗവാന്റെ ശാശ്വത അംശമാണ്. ഇത് കൂടാതെ ഒരു സാധനങ്ങളുടെ കൂടി അതിന്റെ കൂടെ വരുന്നുണ്ട്. അത് സാക്ഷാൽ ഭഗവാൻ പരമാത്മാ രൂപത്തില് എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്നു. അപ്പൊ നമ്മൾ അതിന് എക്സാമ്പിൾ പറഞ്ഞ എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ? ആർക്കാ പറയാൻ പറ്റുന്നത്? ജീവാത്മാവിനും പരമാത്മാവിനും എന്തായിട്ട് ഉപമിച്ചിരുന്നു? ഒരു മരത്തിലിരിക്കുന്ന രണ്ട് കിളികളോട്. രണ്ട് കൊമ്പിലിരിക്കുന്ന രണ്ട് കിളികളോടാണ് ഉപമിച്ചത്. താഴത്തെ കൊമ്പിലിരിക്കുന്ന കിളി ജീവാത്മാവും മുകളിലത്തെ കൊമ്പിലിരിക്കുന്ന കിളി പരമാത്മാവായിട്ടും അല്ലേ? ഇത് താഴത്തെ കൊമ്പിലിരിക്കുന്ന കിളി എന്താണ്? ജീവാത്മാവായിട്ടുള്ള കിളി ഭോക്താവും മറ്റേ ആളെന്താണ്? നിരീക്ഷകനുമാണ് അല്ലേ? ഇത് ആസ്വാദകൻ അല്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെ ചുറ്റുമുള്ള മരങ്ങളിലൊക്കെ എവിടെയാണ് ഭോഗം ഉണ്ടെന്ന് നോക്കി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ശരിക്കുള്ള ഭോക്താവ് ആരാണ്? അത് ഭഗവാനാണെന്ന് നമ്മൾ അറിഞ്ഞില്ല. കാര്യം നമ്മൾ ഇതിൽ കൂടെ അറിയുന്നത് ഭോക്താരാം യജ്ഞതപസാം സർവലോക മഹേശ്വരം സുകൃതം സർവഭൂതാനാം ജ്ഞാത്വാമാം ശാന്തി മൃച്യതേ. ഞാനാണ് എല്ലാ ഭോഗങ്ങളുടെയും ഭോക്താവ്, എല്ലാത്തിന്റെയും ഉടമ ഞാനാണ് അല്ലെ? യജ്ഞങ്ങളുടെയും തപസ്സിന്റെ എല്ലാം ഭോക്താവ്, ഇതെല്ലാം ഭുജിക്കുന്ന ഞാനാണ്. സർവലോക മഹേശ്വരം, എല്ലാ ലോകത്തിന്റെയും വെറും ഈശ്വരനല്ല, മഹേശ്വരനാണ്. സുകൃതം, ഞാൻ എല്ലാവരുടെയും സുഹൃത്താണ്. സുഹൃതം സർവഭൂതാനാം, മനുഷ്യരുടെ മാത്രമല്ല സകല ജീവജാലങ്ങളുടെ. പിന്നെ എന്താണ്? ജ്ഞാത്വാമാം ശാന്തി മൃച്യതേ, ഞാൻ എല്ലാവർക്കും ശാന്തി മാത്രം, നല്ലത് മാത്രം വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആരാണ്? അപ്പം ഇത് ശരിക്കും ആരാണ്? നമ്മൾ വിചാരിച്ചു നമ്മളാണ് ഭോക്താവെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ ശരിക്കും ഈ ഭോഗം അന്വേഷിച്ചു. പക്ഷെ പരമാത്മാവായിട്ട് ഇരിക്കുന്ന കിളി എന്താണ്? എപ്പോഴും താഴേക്ക് നോക്കിക്കൊണ്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് എന്നെ തിരിഞ്ഞു നോക്കണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? നമ്മൾ ഒരു പ്രാവശ്യം പോലും നോക്കുന്നില്ല. അപ്പം ഇതിന്റെ നമ്മുടെ അഭ്യുതകാംക്ഷി സുഹൃത്തും നിരീക്ഷകനും ഒക്കെ ആയിട്ടുള്ള ആ കിളി നമ്മളെ അവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിരിഞ്ഞു നോക്കുന്നത് നോക്കി. ഇത് തന്നെയാണ് ഭഗവാൻ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നമ്മൾ സ്വഭവനത്തിലേക്ക് നമ്മൾ ഇന്ന് തിരിച്ചെത്തുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരിക്കലും തിരിഞ്ഞു നോക്കാനായിട്ട് തയ്യാറാകും. എപ്പൊ തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ ആ പ്രക്രിയയാണ് യോഗ എന്ന് പറയുന്നത് അല്ലെ? യോഗം ചെയ്യുക. അപ്പം നമ്മൾ അറിയാം, യോഗികളൊക്കെ വർഷങ്ങളായിട്ട് എടുക്കുന്ന പ്രോസസ്സാണ് ഈ യോഗ എന്ന് പറയുന്ന പ്രോസസ്സ്. ഭക്തന്മാർക്ക് വളരെ ഈസിയാണ്. മറ്റുള്ളവർക്ക് എന്താണ്? 100 നിലയുള്ള കെട്ടിടത്തിന്റെ സ്റ്റെപ്പ് വഴി കയറി പോവാണ് മറ്റുള്ളവരൊക്കെ ഈ പറയുന്ന കൂടിച്ചേരലിന് വേണ്ടിയിട്ട്. നമ്മൾ ചെയ്യുന്നത് എന്താണ്? വളരെ ഈസി. നമ്മൾ എലിവേറ്ററിൽ കൂടെയാണ് കയറി പോകുന്നത്. ഇതാണ് വ്യത്യാസം. മറ്റുള്ളവർ ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്നതുമായിട്ടുള്ള വ്യത്യാസം. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് വളരെ അധികം ഓതന്റിക്കേറ്റഡ് ആണ്, വളരെ ഈസിയാണ്. ബാക്കി എന്താണ്? ലക്ഷക്കണക്കിന് വർഷം മറ്റേ എന്താണ് മറ്റുള്ള യുഗങ്ങളിൽ തപസ് ചെയ്ത യോഗീന്ദ്രന്മാർക്ക് പോലും കിട്ടിയിട്ടില്ലാത്ത സായുജ്യം ഭക്തന്മാർക്ക് വളരെ ഈസി കിട്ടും. അവരൊക്കെ എന്താണ്? ഈ വായുവിനെയും അതിനെ ഇന്ദ്രിയങ്ങളെയൊക്കെ ചെയ്താലും ഭക്തി എന്ന് പറഞ്ഞ ഒരു സാധനം ഭഗവാന് വളരെ പിശുക്കി ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ആർക്കും കൊടുക്കാതെ കയ്യിൽ ഒതുക്കി, ഭഗവാന്റെ കൈകളിൽ മാത്രമായിട്ട് ഒതുക്കി കൊടുത്തില്ല. അങ്ങനെ ആർക്കും ഭക്തി കൊടുക്കില്ല. പക്ഷെ ആ ഭക്തി കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ നമുക്ക് ആ ഭക്തി അങ്ങനെ കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ എന്താണ്? സേവ ചെയ്ത് എന്താണ്? അതായത് സേവ എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്ത് അതിൽ അത് കണ്ട് ഭഗവാന് അലിവ് തോന്നി ഭഗവാൻ ആ ഭക്തി കുറച്ചെങ്കിലും തരാൻ വേണ്ടി, ചെറിയൊരു അംശമേലും തരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ? ആ ഭക്തി കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ കുറൂരമ്മ, യശോദാമ്മ, പൂന്താനം അതേപോലെയുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഓൾറെഡി ഭഗവാൻ ഇത് കൊടുത്തിരിക്കുകയാണ്. ഭക്തി കോരി കൊടുത്തിരിക്കുകയാണ്. സുധാമ ഇങ്ങനെയുള്ളവർക്കൊക്കെ അല്ലെ? പക്ഷെ നമുക്കത് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കർമ്മം ചെയ്ത് നമ്മൾ ഭക്തി യോഗത്തിലേക്ക് എത്തുകയാണ്. ഭക്തിയോഗം
നമുക്ക് ഭക്തി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഭഗവാൻ ആരാണ്, ഭഗവാൻ ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സദാ ഭഗവാനെ സ്മരിച്ച് ഭഗവാനെ അറിവോടുകൂടി ശരിക്കും ഭഗവാൻ ചെയ്ത കാര്യങ്ങളെ പറ്റിയും ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയും ഭഗവാന്റെ ഭക്തരെ പറ്റി എല്ലാം പഠിച്ച് ആ ജ്ഞാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ സദാ നമുക്ക് ഹൃദയത്തിൽ ഭഗവാനെ സ്മരിക്കാനായിട്ട് പറ്റണം. പക്ഷേ ചിലർക്ക് ഈ ഈ കർമ്മം ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ ഭഗവാൻ എന്ത് ചെയ്തു, ജ്ഞാനം അങ്ങോട്ട് കൊടുക്കും. ജ്ഞാനം കൊടുത്തു കഴിയുമ്പോൾ ഞാൻ വലിയ പുള്ളിയാണ്, ഞാൻ ഭയങ്കര പ്രൊഫസർ ലെക്ചറാണ്, ഞാൻ ഇതിന്റെ ഉടമയാണ്, ഞാനാണ് ഈ ഭഗവത്ഗീത രചിച്ച് വ്യാഖ്യാനം ചെയ്തെന്നുള്ള മട്ടിൽ ആൾക്കാരങ്ങ് തുടങ്ങും. അപ്പൊ അങ്ങനെ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരിക്കലും നമുക്ക് ആ ഭക്തി എന്ന് പറഞ്ഞ ലെവല് പിന്നീട് തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ജ്ഞാനിയായി കഴിഞ്ഞാൽ അഹങ്കാരം വരും, അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മൾ പലതവണ ഇത് റിപ്പീറ്റ് ചെയ്താണ് ഞാൻ വീണ്ടും ഈ ഒരു അവസരത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഈ പരമാത്മാവ് അതിന്റെ നമ്മൾ എത്ര മൂലകങ്ങൾ വെച്ചിട്ടാണ് സൃഷ്ടി നടത്തുന്നത്? എത്ര മൂലകങ്ങളാണ്? 24. 24 മൂലകങ്ങൾ. അതിന്റെ കൂടെ രണ്ട് പരമാത്മാവും ജീവാത്മാവും. ജീവാത്മാവും പരമാ, അങ്ങനെ 26 ഘടകങ്ങൾ ചേർന്നിട്ടാണ് സൃഷ്ടി നടത്തുന്നത്, അല്ലെ? അപ്പം സൂക്ഷ്മ ഏതൊക്കെയാണ്? പഞ്ചഭൂതങ്ങളെ, ജ്ഞാനേന്ദ്രിയങ്ങളെ, കർമ്മേന്ദ്രിയങ്ങളെ, മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം, പിന്നെ കാലം, പിന്നെ എന്താണ്? ജീവാത്മാവ്, പരമാത്മാവ്. അങ്ങനെ 26 മൂലകങ്ങൾ ചേർന്നിട്ട് ടൈം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? സൃഷ്ടി നടത്താനായിട്ട്. അങ്ങനെ ആ സൃഷ്ടിയൊക്കെ ബ്രഹ്മദേവൻ നടത്തി. സെക്കൻഡറി സൃഷ്ടി ബ്രഹ്മദേവൻ നടത്തി, അല്ലെ? വിസർഗ സൃഷ്ടി, സർഗ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഭഗവാൻ നടത്തിയാണ് ബ്രഹ്മദേവൻ വരെയുള്ള സൃഷ്ടി. ബാക്കിയുള്ളതൊക്കെ ബ്രഹ്മദേവനാൽ സൃഷ്ടിക്കപ്പെട്ടു. പക്ഷെ ബ്രഹ്മദേവനുള്ള ഇൻഗ്രീഡിയൻസ് മുഴുവൻ കൊടുത്തതാരാണ്? ഭഗവാൻ. ഇത്രയും സാധനങ്ങൾ ആരാണ് കൊണ്ടു കൊടുത്തത്? ഭഗവാൻ. ബ്രഹ്മദേവൻ എന്താണ് ഇത് ഇളക്കി ചേർത്തു, മസാല ഇട്ട്. എല്ലാം മസാലയും ഭഗവാനാണ് കൊടുത്തത്, കഷ്ണങ്ങളും ഭഗവാനാണ് കൊടുത്തത്, എന്താണ് തീയും ഭഗവാനാണ് കൊടുത്തത്, എല്ലാം കൊടുത്ത് ബ്രഹ്മദേവൻ എന്ത് ചെയ്തു? സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ ഇട്ടു, മസാല എല്ലാം ഇട്ടു, കായവും എല്ലാം ഇട്ടിട്ട് തീ കത്തി അത് വേവിച്ച് പാകാക്കി. അത്രയേ ഉള്ളൂ ബ്രഹ്മദേവൻ ചെയ്തുള്ളൂ. പക്ഷെ ഇൻഗ്രീഡിയൻസ് മുഴുവൻ ഭഗവാനാണ്. അപ്പൊ ഇതിനെല്ലാം ആ ഭഗവാന്റെ കൈകളുണ്ടാവും. ഭൗതിക പ്രകൃതിയെ സൃഷ്ടിച്ചതാരാണ്? ഈ മൂലകങ്ങളെ, ഈ ഇതിനെല്ലാം സൃഷ്ടിച്ചതാരാണ്? എല്ലാം തന്നെ ഭഗവാനാണ്. അപ്പൊ അതുകൊണ്ട് ഈ പരമാത്മാവ് ഭൗതിക പ്രകൃതിയിൽ പ്രവേശിക്കുന്നു. സൂക്ഷ്മ മനസ്സിനാൽ ആ പ്രവർത്തന ഫലങ്ങളിൽ അവരെ ആനന്ദിപ്പിക്കാൻ ഹേതുവാകുകയും ചെയ്യുന്നു. ഭഗവാൻ ആരാണ്? ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിർ ആദിർ ഗോവിന്ദ സർവകാരണ കാരണം. എല്ലാ കാരണങ്ങൾക്കും കാരണം ഭഗവാൻ തന്നെയാണ്. സച്ചിദാനന്ദ വിഗ്രഹ, അദ്ദേഹത്തിന്റെ ഒരുപാട് ശക്തികളുണ്ട്. സത് ശക്തി, ചിത് ശക്തി, ആനന്ദശക്തി. ആ ആനന്ദശക്തി ആരാണ്? ആഹ്ലാദിനി ശക്തി. ഭഗവാന്റെ സൃഷ്ടിയൊക്കെ ചെയ്യുന്നതിന് ഭഗവാന്റെ ആ ഒരു ശക്തി എപ്പോഴും തന്നെ കൂടെ ഉണ്ടാകും, അല്ലെ? ആനന്ദശക്തി, ആഹ്ലാദിനി ശക്തി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സൂക്ഷ്മ മനസ്സിൽ ആ പ്രവർത്തന ഫലങ്ങൾ അവരെ ആനന്ദിപ്പിക്കാൻ ഹേതുവാകുകയും ചെയ്യുന്നു. അപ്പം ഈ പരമാത്മാവ് പ്രവേശിക്കുമ്പോൾ പരമാത്മാവിന്റെ ആ സച്ചിദാനന്ദ ആ വിഗ്രഹ എന്നുള്ള ആ ഒരു പൊട്ടൻസി കിട്ടിക്കഴിയുമ്പോൾ ആ ആനന്ദ ശക്തിയാൽ എന്താണ് നമ്മളെ ഈ ആനന്ദ ശക്തിയാൽ പരമാത്മാവ് എപ്പോഴും ആനന്ദ സ്വരൂപനാണ്, അല്ലെ? നമുക്കറിയാം. അതുപോലെ തന്നെ പരമാത്മാവിന്റെ അംശമായ ജീവാത്മാവും ആനന്ദമയമാണ്. പക്ഷെ നമ്മളുടെ ഈ ഭൗതിക പ്രകൃതിയുടെ ഫലമായിട്ട് നമ്മളുടെ മനസ്സ്, ബുദ്ധി, ഈ അഹങ്കാരം, ഇതൊക്കെ എന്താണ്? അതൊക്കെ സന്തോഷമേ ഉണ്ടാകുന്നുള്ളൂ. സന്തോഷം എന്ന ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൗതിക ഇന്ദ്രിയങ്ങൾക്കും ഭൗതിക പ്രകൃതിയാൽ സൃഷ്ടിക്കപ്പെട്ട കാര്യങ്ങൾക്കുമാണ് ഉണ്ടാകുന്നത്. സന്തോഷം താൽക്കാലികമാണ്. ഇടയ്ക്ക് വരുന്നു, ഇടയ്ക്ക് പോകുന്നു. നമുക്ക് പുറത്തൊരാൾ ചൊറിയുമ്പോൾ തരുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അത്രയേ ഉള്ളൂ. അത് കഴിയുമ്പോൾ അത് പോകും. പക്ഷെ ആനന്ദം എന്ന് പറഞ്ഞ ബ്ലിസ് എന്ന് പറയുന്നത് എന്താണ്? അത് ഇറ്റേണൽ ആണ്. അത് ഭഗവാന് മാത്രമേ തരാൻ പറ്റുള്ളൂ. അത് ഭഗവാൻ പരമാത്മാവിനും അതുപോലെ തന്നെ ജീവാത്മാവിനും ഈ അവസ്ഥ ഉണ്ടാകുന്നു, ആനന്ദം. കാര്യം നമ്മൾ ചെയ്യുന്ന ഭക്തിയുത സേവനമൊക്കെ എന്താണ്? ജീവാത്മാവിനും പരമാത്മാവിനും ഒരേപോലെ തന്നെ ആനന്ദമയമാക്കി മാറ്റുന്നു. കാര്യം അവര് എന്താണ്? ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ പരമാത്മാ സ്വരൂപത്തിലിരിക്കുന്നു. അതിന്റെ അംശമാണ് ജീവാത്മാവ്. ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം? ജീവാത്മാവും പരമാത്മാവും തമ്മില്
ജീവാത്മാവ് ഈ ഭൗതിക പ്രകൃതിയുടെ ആ ഒരു ത്രിഗുണങ്ങളാലും സ്വാധീനപ്പെട്ട ആ മനസ്സ്, ബുദ്ധി, വിദ്യാഹങ്കാരമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു, സൂക്ഷ്മ ശരീരവുമായിട്ട് ചേർന്നിരിക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു കാരിയറായിട്ട് ഒരു ഉടുപ്പ് പോലെ ഇട്ടിട്ട് അതിന്റെ ഒരു ശരീരവും കിട്ടുന്നു ജീവാത്മാവിന്, അല്ലെ? അതുകൊണ്ട് ജീവാത്മാവ് അവിടെ ഒട്ടിയിരിക്കുന്നത്. പക്ഷെ പരമാത്മാവ് അങ്ങനെ ഒരു ഒട്ടലില്ല. പരമാത്മാവ് ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ ഇത് തമ്മില് എന്താണ്? ഗുണങ്ങൾ എല്ലാം തന്നെ ജീവാത്മാവിനും പരമാത്മാവിനും ഒന്നാണ്. പക്ഷെ ഇതിന്റെ അളവിൽ, ക്വാണ്ടിറ്റിയിൽ വ്യത്യാസമുണ്ട്. ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസം, അല്ലെ? നമ്മൾ അതിന് ഉദാഹരണം പറയുന്നത് എന്താണ്? ഒരു തുള്ളി കടൽ വെള്ളം, അതിനകത്തെ രസം എന്താണ്? ഗുണം എന്താണ്? ഉപ്പ്. സമുദ്രത്തിന്റെ ഗുണം എന്താണ്? ഉപ്പ്. പക്ഷെ ഒരു തുള്ളി വെള്ളവും സമുദ്രവുമായിട്ട് നമുക്ക് എങ്ങനെ ഉപമിക്കാൻ പറ്റും? ഇത് തന്നെയാണ് നമ്മുടെ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസവും. അപ്പൊ അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കി എടുക്കുക. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭഗവത്ഗീതയിൽ എല്ലാ ശരീരത്തോടു കൂടി ജീവാത്മാക്കളും തന്റെ പുത്രന്മാരാണെന്ന് പറയുന്നു. അതായത് അഹം ബീജപ്രദ പിത, ഞാൻ പിതാവാണെന്ന് പറയുന്നു. പിന്നെ അഹം സർവസ്യ പ്രഭോ എന്ന് പറഞ്ഞിട്ട് വേറൊരു ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ എല്ലാത്തിന്റെയും ഉത്ഭവസ്ഥാനം ഞാനാകുന്നു പറയുന്നു. പിന്നെ അടുത്തത് അതായത് ഒരിക്കലും ഒരു പിതാവ്, അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത് ഞാൻ എല്ലാവരുടെയും അഭ്യുതകാംക്ഷയാണെന്ന് ഭഗവാൻ ആ ശാന്തി മന്ത്രം എന്ന് പറയുന്ന 5:29 ഭഗവാൻ പറയുന്നു. ഭക്താരം യജ്ഞ ദിവസം ഞാൻ എല്ലാവരുടെയും അഭ്യുതകാംക്ഷയാണ്. അത് പിതാവായതുകൊണ്ട് ഭഗവാൻ ഒരിക്കലും ഒരു പുത്രന് ഒരു മോശം ഉണ്ടാകേണ്ടത്. ഭഗവാനാണ് ഇതെല്ലാം വരുത്തിയെന്ന് നമ്മൾ പറയുന്നുണ്ട്. സർവകാരണം എല്ലാത്തിന്റെയും കാരണം ഭഗവാനാണെങ്കിലും ഇത് നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മൾക്ക് സ്വാതന്ത്ര്യം തോന്നി ഭഗവാനിൽ നിന്ന് ഭിന്നമായിട്ട് നമ്മൾ ആസ്വദിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പം ഭഗവാൻ ഒരു ഭൗതിക ലോകം സൃഷ്ടിച്ച് നമ്മളെ ഇങ്ങോട്ട് ആസ്വദിക്കാനായിട്ട് വിട്ടു. പക്ഷെ നമുക്കുള്ള സ്വാതന്ത്ര്യം വളരെ ചെറിയത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളത് ദുർവിനിയോഗം ചെയ്തത് കൊണ്ടാണ് നമുക്ക് വീണ്ടും ഇവിടെ ജനിച്ചും മരിച്ചും ഇങ്ങനെ ഇവിടെ ബന്ധിക്കപ്പെട്ട് കിടക്കേണ്ടി വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ലക്ഷ്യം എന്താണ്? നമ്മളുടെ യഥാർത്ഥ സ്വഭാവനത്തിലേക്ക് തിരിച്ചു പോവുക. ഗോ ബാക്ക് ടു ഗോഡ് ഹെഡ്, അല്ലേ? അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചെയ്തു. ഗോ ബാക്ക് ടു ഗോഡ് ഹെഡ്, അതിന്റെ പ്രോസസ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഓരോരുത്തരും, അല്ലേ? അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് 34-ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. ഭാവയത്വേഷ സത്വേന ലോകാൻ വൈ ലോകഭാവന ലീലാവതാരാനു രഥോ ദേവതിര്യങ് നരാദിഷു. ഭാവയ ത്വേഷ സത്വേന ലോകാൻ വൈ ലോകഭാവന ലീലാവതാരാനു രഥോ ദേവതിര്യങ് നരാദിഷു. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ. 34 പ്രഭു? അതെ. ഹരേ കൃഷ്ണ. ഭാവേത്വേഷ സത്യേന ലോകാൻ വൈലോക ഭാവന ലീലാവതാരാനുരഥോ ദേവതിര്യങ്കനരാദിഷു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീരഞ്ജിനി മാതാജി. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ഭാവയത്വേഷ സത്യേന ലോകാൻ വൈ ലോകഭാവനഃ ലീലാവതാരാനുരതോ ദേവതിര്യങ് നരാദിഷു. ഓം തത്സദിതി. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സബിത മാതാജി. ഹരേ കൃഷ്ണ. ഭാവദേശ സത്വേന ലോകാൻ വൈ ലോകഭാവന ലീലാവതാരാനുരതോ ദേവതിരഞ്ജനരാദിഷു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാധാ മാതാജി, അതിന്റെ ശ്ലോകവും അതിന്റെ പദാനുപത തർജ്ജമ വിവർത്തനം ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭാവയത്വേഷ സത്വേന ലോകാൻ വൈ ലോകഭാവനഃ ലീലാവതാരാനുരതോ ദേവതിര്യജ്ഞരാദിഷു. ഹരേ കൃഷ്ണ. അർത്ഥം: ഭാവയതി സംരക്ഷിക്കുന്നു, ഏവ ഇവയെല്ലാം, സത്വേന സത്വഗുണത്തിൽ, ലോകേൻ പ്രപഞ്ചം മുഴുവൻ, വൈ സാമാന്യമായി, ലോകഭാവന സർവപ്രപഞ്ചത്തിന്റെയും അധികാരി യജമാനൻ, ലീല ലീലകൾ,
അവതാരം അനുരത പാത്രധർമ്മം കൈക്കൊള്ളുക. ദേവന്മാർ തിര്യക് നീച മൃഗങ്ങൾ നരാദിഷു മനുഷ്യൻ മുതലായവയിൽ വിവർത്തനം. അപ്രകാരം സർവ പ്രപഞ്ചങ്ങളുടെയും പ്രഭുവായ ഭഗവാൻ ദേവന്മാരും മനുഷ്യരും നീചമൃഗങ്ങളും നിവസിക്കുന്ന അഖില ഗ്രഹങ്ങളും പരിപാലിക്കുന്നു. അവതാര രൂപങ്ങൾ കൈക്കൊള്ളുന്ന ഭഗവാൻ ലീലകളാടി ശുദ്ധ സത്വഗുണത്തിലുള്ളവരെ വീണ്ടെടുക്കുന്നു. ഭാവാർത്ഥം: അസംഖ്യം ഭൗതിക പ്രപഞ്ചങ്ങളിൽ ഓരോന്നിലും അസംഖ്യം ഗ്രഹങ്ങളാണ്. ഓരോ ഗ്രഹത്തിലും വ്യത്യസ്തങ്ങളായ ജീവിവർഗങ്ങൾ വിഭിന്ന ഭൗതിക പ്രകൃതി ഗുണങ്ങളിൽ നിവസിക്കുന്നു. ഭഗവാൻ വിഷ്ണു സ്വയം അവയിൽ ഓരോന്നിലും മാത്രമല്ല, ഓരോ തരം ജീവിവർഗത്തിലും അവതരിക്കുന്നു. അവരിൽ ഭഗവത് സന്നിധിയിലേക്ക് മടങ്ങി ചെല്ലാനുള്ള ആഗ്രഹം വളർത്തുന്നതിനായി തന്റെ അതീന്ദ്രിയ ലീലകൾ പ്രദർശിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ അതീന്ദ്രിയ പദവി ഒരിക്കലും വ്യത്യാസപ്പെടുത്താതെയും അതേസമയം പ്രത്യേക സ്ഥലകാല പരിസ്ഥിതി സമൂഹത്തിനനുസരിച്ച് വ്യത്യസ്തമായും അവതരിക്കുന്നു. അദ്ദേഹം സ്വയമായോ അല്ലെങ്കിൽ തനിക്കായി പ്രവർത്തിക്കാനായി ഒരു ജീവാത്മാവിനെയോ അധികാരപ്പെടുത്തുന്നു. ഏതു വിധത്തിലായാലും ലക്ഷ്യം ഒന്നു തന്നെയാണ്. ദുരിതം അനുഭവിക്കുന്ന ജീവാത്മാക്കൾ സ്വധാമത്തിലേക്ക് മടങ്ങി വരാൻ ഭഗവാൻ ആഗ്രഹിക്കുന്നു. ജീവസത്തകൾ അതിയായി അഭിലഷിക്കുന്ന ആനന്ദം അസംഖ്യം പ്രപഞ്ചങ്ങളിലെ ഏതെങ്കിലും മൂലയിലോ ഭൗതിക ഗ്രഹങ്ങളിലോ കണ്ടെത്താൻ സാധ്യമല്ല. ജീവാത്മാക്കൾ ആഗ്രഹിക്കുന്ന ശാശ്വതാനന്ദം ഭഗവത് ധാമത്തിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്നാൽ വിസ്മൃതാവസ്ഥയിലുള്ള ജീവാത്മാക്കൾ ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങൾക്ക് അധീനരാകയാൽ ഭഗവത് രാജ്യത്തെക്കുറിച്ചുള്ള യാതൊരറിവും അവർക്കില്ല. ആകയാൽ ഭഗവത് ധാമത്തെ സംബന്ധിച്ച ജ്ഞാനം പ്രദാനം ചെയ്യാൻ ഭഗവാൻ സ്വയം അവതരിക്കുകയോ അല്ലെങ്കിൽ ഭഗവാന്റെ ഉത്തമ വിശ്വാസ യോഗ്യനായ ആത്മീയ പ്രതിനിധിയെ അയക്കുകയോ ചെയ്യുന്നു. അത്തരം അവതാരങ്ങൾ അല്ലെങ്കിൽ ഭഗവത് പുത്രർ ഭഗവത് ധാമത്തിലേക്ക് മടങ്ങി ചെല്ലാൻ ഉതകുന്ന പ്രചാരണം മാനവ സമുദായത്തിൽ മാത്രമല്ല, എല്ലാവിധ സമൂഹങ്ങളിലും ദേവന്മാരുടെ ഇടയിലും മനുഷ്യേതര ജീവജാലങ്ങളിലും തുടരുന്നു. ഹരേ കൃഷ്ണ. തീർന്നു. ദിവ്യത്വവും ദിവ്യസേവനവും എന്ന ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധത്തിന്റെ 2-ാം അധ്യായത്തിന്റെ ഭക്തി വേദാന്ത വിശദീകരണങ്ങൾ ഇപ്രകാരം സമാപിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം മാതാജി വായിച്ച നിങ്ങൾ എല്ലാവരും കേട്ട് കാണാം. സർവ പ്രപഞ്ചങ്ങളുടെയും പ്രഭുവായ ഭഗവാൻ ദേവന്മാരും മനുഷ്യരും നീചമൃഗങ്ങളും വസിക്കുന്ന അഖില ഗ്രഹങ്ങളും പരിപാലിക്കുന്നു. അദ്ദേഹം അങ്ങനെ ഏതെങ്കിലും ഒരു ലിമിറ്റഡ് ആയിട്ട് നമ്മളെ ഈ അദ്വൈതികളും മറ്റുള്ളവരൊക്കെ പറയുന്നത് പോലെ അദ്ദേഹത്തിന് അസംഖ്യം അവതാരങ്ങൾ എടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ പവറൊക്കെ കുറഞ്ഞുപോയി, പൊട്ടൻസി കുറഞ്ഞുപോയി, അങ്ങനെയൊക്കെ പറഞ്ഞ് ആ നിരാകാരവാദികളൊക്കെ പറയുന്നത് പോലെ തന്നെ ഭഗവാന് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് രൂപമില്ല. അപ്പൊ നമ്മള് ജസ്റ്റ് അതിന് നമ്മൾ കൗണ്ടർ ചെയ്യാനായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് എന്തുകൊണ്ടാണ് രൂപം വന്നത്? നമ്മൾക്ക് ഈ ഒരു ഷേപ്പ് വന്നതുകൊണ്ട് നമ്മളുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ രൂപം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരാണ് നമ്മളെ ഭൗതികമായിട്ട് നോക്കുമ്പോൾ നമ്മളെ സൃഷ്ടിച്ച അവരാണ്. അതുകൊണ്ട് നമുക്ക് അവരുടെ രൂപം കിട്ടി, അല്ലെങ്കിൽ മനുഷ്യ രൂപം കിട്ടി. അതുപോലെ തന്നെ മറ്റൊരു തൊട്ടടുത്തുള്ള ഒരു ജീവജാലങ്ങള്, ഒരു പൂച്ച, എങ്ങനെ ആ രൂപത്തിൽ വന്നെന്ന് പറഞ്ഞാൽ അതിന്റെ അച്ഛനും അമ്മയും ആ രൂപത്തിലിരുന്നു, അതുകൊണ്ട് അല്ലേ? അപ്പൊ അതുപോലെ നമ്മളുടെ എല്ലാവരുടെയും സൃഷ്ടികർത്താവായിട്ടുള്ള ഭഗവാനും ഒരു രൂപമുണ്ട്. അപ്പൊ രൂപമില്ലാത്ത ഒരാൾക്ക് രൂപമുള്ളവരെ സൃഷ്ടിക്കാനായിട്ട് സാധ്യമാകും. രൂപമുള്ള ഒരാൾക്ക് അതുകൊണ്ടാണ് സച്ചിദാനന്ദ വിഗ്രഹ എന്ന് പറയുന്നത്. വിഗ്രഹ, രൂപമുള്ളയാള്. അദ്ദേഹം ഗ്രഹിക്കാൻ പറ്റുന്ന രൂപമുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ശരിക്കുള്ള രൂപം എന്താണ്? ദ്വിഭുജ മുരളീധര
ശ്യാമസുന്ദര രൂപമാണ് അദ്ദേഹത്തിന്. ത്രിഭംഗ ശ്യാമസുന്ദര രൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് കൈകളിൽ ഓടക്കുഴൽ പിടിച്ച 3 വളവുള്ള മുരളീധര എന്ന് പറഞ്ഞാൽ മുരളി പിടിച്ചിട്ടുള്ള, ശ്യാമസുന്ദര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കായാമ്പൂവിന്റെ കളറുള്ള ആ ഒരു രൂപം. അതാണ് ഭഗവാന്റെ അല്ലെ, ഭഗവാന്റെ യഥാർത്ഥ രൂപം. പിന്നെ ഭഗവാൻ അസംഖ്യം ഒന്നുകൂടെ വൈകുണ്ഠ പറയോ? ലോകങ്ങൾ. ത്രിഭുജ. ദ്വിഭുജ മുരളീധര ത്രിഭംഗ ശ്യാമസുന്ദര രൂപം. ത്രിഭംഗ 3 വളമുണ്ട് അല്ലെ. ഓക്കെ. ഭഗവാൻ ഇങ്ങനെ പടത്തിലെല്ലാം നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നില്ല അല്ലേ. ഭഗവാന്റെ സ്വഭാവം അങ്ങനെയാണെന്ന് ചിലര് പറയുന്നുണ്ട് അല്ലേ. ഭഗവാൻ അത്ര സ്ട്രെയിറ്റ് അല്ല എന്നല്ലേ. ഭഗവാൻ ഇടയ്ക്ക് നമ്മളെ ഒളിച്ചു കളിക്കുകയൊക്കെ ചെയ്യുമല്ലോ അല്ലേ. അപ്പൊ അതുകൊണ്ട് ഭഗവാന്റെ ശരീരം ഇങ്ങനെ വളഞ്ഞായിരിക്കും അല്ലേ. ഇങ്ങനെ ഊന്ന് കൊടുത്ത് ഇങ്ങനെയല്ലേ നിൽക്കുന്നത്. ഇവിടെ എല്ലാം ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. അതെ. അപ്പം ത്രിഭംഗ ശ്യാമം ത്രിഭംഗ ലളിതം നിയതപ്രകാശം ഗോവിന്ദമാതി പുരുഷം തമഹം ഭജാമി. പിന്നെ മറ്റേ ഇതിനുള്ളത് വേണും കൊനന്തമരവിന്ദദളായതാക്ഷം ബർഹാവതാം സമസിതാംബുദസുന്ദരാംഗം കന്ദർപ്പകോടി കമനീയ വിശേഷശോഭം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. എന്താണ്? ഓടക്കുഴൽ ഊതിക്കൊണ്ട് അല്ലെ. വേണും കൊനന്തം അരവിന്ദ ദളായതാക്ഷം. എങ്ങനെയാണ് കണ്ണിരിക്കുന്നത്? അരവിന്ദ ദളായതാക്ഷം. അത് അരവിന്ദ എന്ന് പറഞ്ഞാൽ താമര. താമരയുടെ ഇതള് പോലെ ഇങ്ങനെ നീണ്ട കണ്ണുകൾ. അത് സൗന്ദര്യത്തിന്റെ ലക്ഷണമാണ് അല്ലെ. പുരുഷന്മാരുടെയൊക്കെ കണ്ണിങ്ങനെ നീണ്ടിരിക്കുവാണെങ്കിൽ അത് പുരുഷന്മാരുടെ സൗന്ദര്യത്തിന്റെ ലക്ഷണമാണ്. ബർഹാവതാംസം അസിതാംബുദ സുന്ദരാംഗം. ബർഹാവീട് എന്ന് പറഞ്ഞാൽ എന്താണ്? മയിൽപീലി വെച്ചിട്ടുള്ള ആ ഒരു ശിരസ്. ബർഹാവതാംസം അസിതാംബുദ സുന്ദരാംഗം. അങ്ങനെയുള്ള ആ സുന്ദരമായിട്ടുള്ള ശരീരത്തോട് കൂടിയ ഭഗവാൻ. ആ ഭഗവാന്റെ സൗന്ദര്യത്തെ വെല്ലാനായിട്ട് കന്ദർപ്പ കോടി, അതായത് കന്ദർപ്പന്മാർ 1 കോടി ഇങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞാൽ പോലും ഭഗവാന്റെ സൗന്ദര്യത്തിന്റെ ഒരു 7 അയലൊക്കത്ത് പോലും എത്തത്തില്ല. കന്ദർപ്പ കോടി കമനീയ വിശേഷശോഭം ഗോവിന്ദ. അങ്ങനെ ആദിപുരുഷനായിട്ടുള്ള അങ്ങനെയുള്ള ഗോവിന്ദനെ ഞാൻ പ്രണമിക്കുന്നു എന്നാണ് അത് പറയുന്നത്. അപ്പം സർവപ്രപഞ്ചങ്ങളുടെയും പ്രഭുവായ ഭഗവാൻ ദേവന്മാരും മനുഷ്യരും നീചമൃഗങ്ങളും വസിക്കുന്ന അഖില ഗ്രഹങ്ങളിലും പരിപാലിക്കുന്ന അവതാര രൂപങ്ങൾ കൈക്കൊള്ളുന്ന ഭഗവാൻ ലീലകളാടി ശുദ്ധ സത്വഗുണത്തിലുള്ളവരെ വീണ്ടെടുക്കുന്നു. അപ്പം ഭഗവാൻ എത്ര അവതാരങ്ങൾ എടുത്തെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമ്മൾ ഈ കാണുന്ന ഏകദേശം 24 അവതാരങ്ങളോടും അടുത്ത 2-3 ചാപ്റ്റർ കഴിയുമ്പോൾ നമ്മൾ അവതാരങ്ങളെ പറ്റി പഠിക്കുന്നുണ്ടല്ലോ അല്ലേ. നിങ്ങൾ ഭാഗവതം പഠിച്ചവർക്കൊക്കെ അറിയാം. കൃഷ്ണൻ സർവ്വ അവതാരങ്ങളുടെയും സ്രോതസ് എന്നാണ് അടുത്ത ചാപ്റ്ററിന്റെ പേര്. അത് കഴിഞ്ഞിട്ട് അതിൽ തന്നെയാണോ അതിന്റെ അടുത്തതാണോ എന്ന് അറിയത്തില്ല. എല്ലാ അവതാരങ്ങളുടെയും പറ്റി പറയുന്നുണ്ട്. ഈ പറയുന്ന മെയിനായിട്ട് ഭാഗവതം പറഞ്ഞ ഒരു 24 അവതാരങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ തന്നെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് 6 കാറ്റഗറി ആയിട്ട്. എന്റെ ഓർമ്മ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ലീലാവതാരം, ഗുണാവതാരം നമുക്കറിയാം ഏതൊക്കെയാണ്. ഞാൻ അമ്മ മാതാജി ഉണ്ടായിരുന്ന ഇപ്പൊ ചാടി പറയുന്നത് ബ്രഹ്മാവ്, വിഷ്ണു, ശിവ, മഹേശ്വരൻ അല്ലെ. അത് ബ്രഹ്മാവ് രജോഗുണം, വിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്വഗുണം, അതുപോലെ തന്നെ ശിവൻ എന്ന് പറഞ്ഞാൽ തമോ ഗുണത്തിന്റെ അവതാരം. അങ്ങനെ 3 ഗുണത്തിന്റെ ഗുണാവതാരം. പിന്നെ മന്വന്തരാവതാരം, സത്യാവശ അവതാരം, അങ്ങനെ യുഗാവതാരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 6 കാറ്റഗറിയിലുള്ള അവതാരങ്ങളുണ്ട്. പുരുഷാവതാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? കരണോദശകായി വിഷ്ണു, ഗർഭോദശകായി വിഷ്ണു, ക്ഷീരോദശകായി വിഷ്ണു. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിൽ പരമാത്മാവായിട്ട് സ്ഥിതി ചെയ്യുന്ന വിഷ്ണു ആരാണ്? ഏത് വൈകുണ്ഠത്തിൽ വസിക്കുന്ന ആളാണ്? ക്ഷീരോദശകായി വിഷ്ണു, അതായത് ക്ഷീരസാഗരത്തിൽ വസിക്കുന്ന വിഷ്ണു. അതായത് ദേവന്മാരും എല്ലാരും കംപ്ലൈന്റ് പറയാനായിട്ട് എവിടെ പോയാണ് പുരുഷ സൂക്തം ജപിക്കുന്നത്? ക്ഷീരസാഗരത്തിന്റെ ബോർഡറിൽ നിന്നിട്ടാണ് അല്ലെ. അപ്പൊ പുരുഷ സൂക്തം ജപിച്ചു കഴിയുമ്പോൾ ഭഗവാൻ ഇച്ഛയുണ്ടെങ്കിൽ മാത്രം ഭഗവാൻ അവിടെ ആവിർഭവിക്കും. അല്ലാതെ ഇവർക്ക് ഡയറക്റ്റ്ലി അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. അതുപോലെ തന്നെ എന്താണ്, ഭഗവാൻ അവിടെ ആവിർഭവിക്കുന്നു. അതുപോലെ തന്നെ ഭഗവാൻ അവിടെ നിന്ന് എന്താണ് അവതാരങ്ങൾ, ഭൂമിദേവിയൊക്കെ അടക്കം ഗോരൂപത്തിൽ അവിടെ പോയ നമുക്കറിയാമല്ലോ അല്ലെ. ഈ ശ്രീരാമ അവതാര സമയത്തും ഈ രാവണന്റെ ശല്യം സഹിക്ക വയ്യാതെ
എല്ലാവരും കൂടി അവിടെ പോയി. ദേവന്മാരും ഇന്ദ്രനും അടക്കം എല്ലാം അവിടെ പോയി. പിന്നെ ശ്രീകൃഷ്ണാവതാര സമയത്തും ഭൂമിദേവി അടക്കമുള്ളവര് അവിടെ ചെന്ന് പ്രാർത്ഥിച്ചായിട്ട് നമുക്ക് അറിയാം അല്ലെ. അപ്പൊ ഭഗവാൻ അവരോട് പ്രോമിസ് ചെയ്യുന്നു, ഞാൻ അതിന്റെ ഉചിതമായ സമയത്ത് നിങ്ങൾക്ക് വേണ്ട രക്ഷ തന്നുകൊള്ളാം എന്നല്ലേ. ഏത് ശ്ലോകത്തിലാണ് ഭഗവാൻ അത് പറയുന്നത്? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഓക്കെ. എപ്പോഴൊക്കെ ധർമ്മത്തിന് നാശം സംഭവിക്കുവോ, അധർമ്മം തഴച്ചു വളരുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്റെ ഭക്തന്മാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ അവതരിച്ചുകൊണ്ടേയിരിക്കും അല്ലെ. കാലാകാലങ്ങളായി ഞാൻ അവതരിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ ഭഗവാൻ അങ്ങനെ അവതരിക്കുന്നതിന് ഉള്ളൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് നമ്മൾ കണ്ടതാണ് അല്ലെ. അപ്പൊ സാധുക്കൾക്ക് അല്ലെങ്കിൽ ശുദ്ധ ഭക്തർക്ക് എപ്പോഴൊക്കെ ഹാനി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവർക്ക് വളരെയധികം കഷ്ടങ്ങൾ അനുഭവിക്കുന്നു, അപ്പൊ അവരെ ഈ ദുഷ്കൃതയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഭഗവാൻ വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും അതിനൊക്കെ ഭഗവാന് ഇങ്ങോട്ടേക്ക് വരേണ്ട ഒരു ആവശ്യവും ഇല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഭഗവാന്റെ വൃന്ദാവന ലീലകളിൽ നിന്നൊക്കെ മനസ്സിലാക്കി എന്താണ്, ഭഗവാൻ ഇപ്പോഴും അവിടെ നിന്ന് വിട്ടുപോകാൻ പറ്റുന്ന നിത്യലീലകൾ ആടുന്ന സ്ഥലമുണ്ട് വൃന്ദാവനത്തിൽ. ആർക്കാണ് പറയാൻ പറ്റുന്ന സ്ഥലം ഏതാണെന്ന്? നിത്യലീലകള്. നമ്മളിപ്പം വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ഭഗവാനെ കാണാൻ സാധിക്കുക, അല്ലെങ്കിൽ ഭഗവാന്റെ ലീലകൾ കാണാൻ പറ്റും. ആ സ്ഥലം ഏതാണ്? നിങ്ങൾ യൂട്യൂബ് എല്ലാം കാണുന്നല്ലേ ഒരുപാട്. നിധിവനം. നിധിവനം. ഹരേ കൃഷ്ണ, ഹരിബോൽ മാതാജി, താങ്ക് യു. അപ്പം ആ നിധിവനത്തിൽ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാം എന്താണ്, ഭഗവാൻ അവിടെ നിത്യലീലകൾ കളിക്കുന്നതാണ്. എത്ര ഗവൺമെന്റ് അടക്കം, എത്ര ഇടതുപക്ഷ ചിന്താഗതിയുള്ള ഗവൺമെന്റ് ഒക്കെ വന്നു അവിടെ ഈ ഭഗവാന്റെ ഇത് കാണാനായിട്ട് ക്യാമറയൊക്കെ വെച്ച് പിടിപ്പിക്കാൻ നോക്കി, അതുപോലെ എന്തെല്ലാം കാണിച്ചു അല്ലെ. എന്നിട്ട് അവർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയോ? ഇല്ല. അതായത് ആ ചുറ്റുമുള്ള വീടുകളുടെ എല്ലാം എന്താണ്, നമുക്കറിയാം ജനലും വാതിലുകളും എല്ലാം അടച്ച് പെർമനന്റ്ലി ലോക്ക് ചെയ്തിരിക്കുക. കാര്യം ഇത് കാണാനായിട്ട് ക്വാളിഫിക്കേഷൻ ഉള്ള നമ്മളുടെ ഈ കണ്ണുകൊണ്ട് കാണാനായിട്ട് സാധിക്കത്തില്ല. മഹാദേവന് അങ്ങനെ ലക്ഷ്മി ദേവിക്ക് പോലും ഭഗവാന്റെ ആ ഒരു രാസലീല കാണാനായിട്ട് പെർമിഷൻ കിട്ടിയിട്ടില്ല അല്ലേ. എന്നിട്ട് ഗോപികയുടെ ഭാവത്തിൽ വന്നാൽ കയറാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഒരു കഥയും കേൾക്കുന്നുണ്ട്. മഹാദേവൻ ഗോപിയുടെ വേഷം ഇട്ടു. പക്ഷെ നമുക്കറിയാം എന്ന് ഭാഗവത്തിൽ പറഞ്ഞിരിക്കുന്നത് ഗോപേശ്വർ മഹാദേവനായിട്ട് കാവൽക്കാരനായിട്ട് മഹാദേവൻ അവിടെ നിൽക്കുന്നതായിട്ടാണ്. പക്ഷെ ചില വൃന്ദാവനത്തിലൊക്കെ പ്രചരിക്കുന്ന കഥകളില് മഹാദേവൻ ഗോപികയായിട്ട് വന്നു അങ്ങനെ രാസലീല കൂടിയെന്നാണ് പറയുന്നത്. പക്ഷെ മഹാദേവനോ അല്ലെങ്കിൽ ലക്ഷ്മി ദേവിക്കോ പോലും രാസലീലയിൽ പ്രവേശനമില്ല. കാര്യം അത്രയ്ക്ക് എന്താണ്, പ്യുവർ ആയിട്ടുള്ള മൈൻഡുള്ള ആൾക്കാർക്ക് മാത്രമേ നമ്മൾ ഐശ്വര്യഭാവവും നമ്മള് മഹാലക്ഷ്മിയുടെ ഭാവം എന്താണ്? ഐശ്വര്യം അല്ലെ. ഐശ്വര്യത്തിന്റെ ദേവതയാണ് അല്ലെ. ഐശ്വര്യഭാവത്തിലൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ പ്രവേശനമില്ല. വൈകുണ്ഠത്തിൽ ലക്ഷ്മി ദേവി എന്താണ്, പാദസേവനമാണ് ചെയ്യുന്നതെങ്കിലും അവരുടെ യഥാർത്ഥത്തിലുള്ള സ്വരൂപം എന്താണ്? ഐശ്വര്യഭാവമാണ് അല്ലെ. ഐശ്വര്യത്തിന്റെ ദേവതയാണ് അല്ലെ. ആ ഐശ്വര്യത്തിന്റെ ആ ഒരു ദേവതയുടെ ആ ഒരു പകിട്ടും ആ ഒരു പവറും വെച്ചുകൊണ്ട് അവിടെ പ്രവേശനം ഇല്ല. അവിടെ എന്താണ്, ആ മാധുര്യ പ്രേമ ആ ഒരു രസമാണ് അവിടെ മുഴുവനുള്ളത് അല്ലെ. അങ്ങനെ ആ വൃന്ദാവനത്തിലെ നിധിവനില് നമ്മൾ ചെല്ലുമ്പോൾ അവിടുത്തെ വൃക്ഷങ്ങളൊക്കെ ഈ ഒരു പൊക്കത്തിൽ നമ്മളുടെ ഈ ഒരു മനുഷ്യരുടെ പൊക്കത്തിനുപരി പൊങ്ങുന്നില്ല. കുറ്റിച്ചെടികളായിട്ട് നിൽക്കുന്ന വർഷങ്ങളായിട്ട് നിൽക്കുന്ന വൃക്ഷങ്ങളാണ്. ഒരിക്കലും പൊക്കം വെക്കത്തില്ല. കാര്യം എന്താണ്, അത് ഒരു സന്ധ്യ മയങ്ങി കഴിയുമ്പോൾ തന്നെ ആ വൃക്ഷങ്ങളൊക്കെ ഗോപികമാരായിട്ട് മാറുകയാണ്. അതൊക്കെ ഗോപികമാരാണ്. പിന്നെ മായാവതി ഗവൺമെന്റ് ഒക്കെ ഒരുപാട് ക്യാമറ പിടിച്ചു, ക്യാമറ എല്ലാം അടിച്ചുപോയി. ഇത് ജനലും വാതിലും തുറന്നിട്ട് ഭഗവാന്റെ രാസലീല കാണാൻ ശ്രമിക്കുന്ന ആൾക്കാരുടെയൊക്കെ കണ്ണ് അടിച്ചു പോകുന്നു. അങ്ങനെ ഒരു മനുഷ്യരും അവളുടെ പക്ഷികളടക്കം കുരങ്ങന്മാർ ആ ഏരിയ മുഴുവൻ ശല്യ. നമ്മൾ എവിടെ പോയാലും നമ്മളെ ഉപദ്രവിക്കുക, ഇതൊക്കെ ചെയ്യും. ആ കുരങ്ങന്മാര് കൃത്യമായിട്ട് ഒരാളും പറയണ്ട, അവിടെയുള്ള കുരങ്ങന്മാരെല്ലാരും ഒരു 6 മണി കഴിയുമ്പോൾ ഓടി അവിടുന്ന് ആ പ്രദേശം കാലിയാക്കും. പെട്ടെന്ന് തന്നെ ക്ഷേത്രത്തിലെ പൂജാരിമാരെല്ലാം ക്ഷേത്രങ്ങളും എല്ലാം അടച്ച് അവിടുന്ന് മാറിക്കൊടുക്കും അല്ലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് ഭഗവാൻ അവിടെ ലീല നടന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത്, നമ്മളവിടെ ഭഗവാനെ രാധാറാണിയും വന്ന് റെസ്റ്റ് ചെയ്യുന്ന റെസ്റ്റിംഗ് പ്ലേസിൽ അവിടെ എന്താണ് 2 ബെഡൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ ഈ ഒരുപാട് പാന് ഇങ്ങനെ വെക്കും അല്ലെ, മുറുക്കാനായിട്ടുള്ള ഒരു സാധനം വെക്കും, പാന്. അതുപോലെ തന്നെ രാധാറാണിക്ക് വളകള്, കുങ്കുമം, പൊട്ട്, അതുപോലെ പട്ട്, ഇതൊക്കെ അവിടെ വെക്കും. എല്ലാവരും വഴിപാട് പോലെ വെക്കും.
എന്നിട്ട് പൂജാരി വലിയ താഴിട്ടിട്ട് പൂട്ടിയിട്ട് നമുക്ക് കാണാം അവിടെ നിന്ന് ഇറങ്ങും. ഇറങ്ങിക്കഴിഞ്ഞ് പിറ്റേ ദിവസം പൂജാരി താക്കോലുമായിട്ട് വന്ന് തുറന്നു നോക്കും. എന്താണ് ആ മുറിക്കകത്ത് ഇത് മുഴുവനും ആരൊക്കെയോ ഉപയോഗിച്ച മാതിരി ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്ത് മാറിക്കിടക്കുന്നതാണ്. വിരിച്ചിരിക്കുന്ന വിരി മാറിക്കിടക്കുന്നു. അതുപോലെ തന്നെ എന്താണ് വള പാനൊക്കെ ഉപയോഗിച്ചിരിക്കുന്നു. അത് ചിലപ്പം ഈ മുറുക്കിയിട്ട് ഇങ്ങനെ തുപ്പല് വരെ അവിടെ അതെല്ലാം പ്രസാദമായിട്ട് പിറ്റേ ദിവസം നമുക്ക് തരും. അപ്പൊ അങ്ങനെ ആ ഭഗവാൻ നിത്യയിലില്ല. ഭഗവാൻ അപ്പം ഭക്തരെ ആ വെടിയാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. ഞാൻ ഒരിക്കലും വൃന്ദാവനം വിട്ട് പോകില്ല എന്ന് ഭഗവാൻ വാക്ക് കൊടുത്തിരുന്നു ഉദ്ധവർക്ക്, അല്ലെ? ഒരിക്കലും വൃന്ദാവനം വിട്ട് പോകില്ല എന്നല്ലേ. അത് ഭഗവാൻ ഇപ്പോഴും പാലിക്കുന്നു. ഭഗവാൻ അത്രയ്ക്ക് എന്താണ് ആ വൃന്ദാവനത്തെ ഇഷ്ടപ്പെടുന്നു എന്നാണ് അതിന്റെ അർത്ഥം, അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ ഈ അവതരിക്കുന്ന എന്താണ് ഭക്തന്മാരുടെ കൂടെ രമിക്കാനായിട്ട് ഭഗവാനുള്ള ആ ആഗ്രഹം അങ്ങ് കൂടുതലുള്ളത് കൊണ്ടാണ്, അല്ലെ? ഭഗവാൻ ചെറിയ ആഗ്രഹമല്ല, ഭഗവാൻ അത്യാഗ്രഹമാണ്. അത്രയ്ക്കാണ് ഭക്തന്മാരുടെ കൂടെ ആ സമ്മേളിക്കാനായിട്ടുള്ള ഭഗവാന്റെ ആ ഒരു ത്വര. അപ്പൊ അതുകൊണ്ടാണ് ഈ അല്ലെങ്കിൽ ഇത് വല്ലതും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഭഗവാൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അവിടെ ഇരുന്ന് ഒന്ന് കണ്ണു തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്താൽ മതി. അല്ലെങ്കിൽ ആ സുദർശനം അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്മരിച്ചാൽ മതി. സുദർശനം ഇങ്ങോട്ട് വന്ന് എല്ലാം തരിപ്പണമാക്കി പോകും. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഭഗവാൻ നമ്മള് ശാസ്ത്രവും തത്വവും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഭഗവാൻ എന്താണ് ഭക്തന്മാരുടെ കൂടെ രമിച്ച് ഭഗവാന് മതി വരുന്നില്ല. കാര്യം ഭഗവാൻ ആനന്ദ സ്വരൂപനാണ്. ഭഗവാൻ എപ്പോഴും ആനന്ദിക്കണം, അല്ലെ? അപ്പൊ അതുകൊണ്ട് ആണ് ഭഗവാൻ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്ക് ആ ഒരു ഭാവത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഗോപികമാരുടെ ഭാവത്തിൽ എത്തണം. ഗോപികമാരുടെ ഭാവത്തിലേക്ക് എത്താനായിട്ട് അത്ര എളുപ്പമാണോ? സദാഹരിയായിട്ട് ഇരിക്കാണ്ട് പറ്റുമോ? ഏത് പ്രവൃത്തി ചെയ്യുന്ന സമയത്തും ഭഗവാനെ ഓർത്ത് ഭഗവാനെ സ്മരിച്ചിരിക്കാൻ പറ്റുമോ? അവര് കുടുംബസ്ത്രീകളായിരുന്നു. വലിയ വിദ്യാഭ്യാസം PhD ഒന്നുമില്ല, സ്കൂളിൽ പോയിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ അവരെന്താണ് ഏത് സമയം എന്ത് പ്രവൃത്തി ചെയ്താലും എപ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് സദാഹരിയായിട്ടാണ് അവര് നടക്കുന്നത്. എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും കൃഷ്ണനാണ് അവരുടെ ഉള്ളിൽ. അപ്പൊ അതുകൊണ്ടാണ് അവര് ഏറ്റവും ഉയർന്ന ഭക്തന്മാരായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഏറ്റവും ഉയർന്ന, അത്രയും ഉയർന്ന ഭക്തിയുള്ള ഒരാളുമില്ല. ഏത് ശാസ്ത്രങ്ങളോ ഏത് പുരാണങ്ങളോ ഏത് ആചാര്യന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭക്തി കിട്ടണമെങ്കിൽ ഗോപികമാരുടെ പാദധൂളിയിലെടുത്ത് ധരിക്കുക എന്നാണ് പറയുന്നത്. വൃന്ദാവനത്തിൽ പോകുക, ഗോപികമാരെ നടന്നു പോയിട്ടുള്ള ആ ഡസ്റ്റ് അണ്ടർ ദ ഫുട് പ്രിന്റ് ഓഫ് ദ ഗോപീസ് ടു വെയർ ഓൺ അവർ ഹെഡ്. ഇതാണ് ആ ഭക്തിയുടെ ഒരു ചെറിയ കണി കിട്ടാനുള്ള ഒരു ഉപായമായിട്ട് ആചാര്യന്മാരൊക്കെ പറഞ്ഞു തരുന്നത്. നമുക്ക് ഭക്തിയില്ല, നമുക്ക് എങ്ങനെ ഭക്തി വരും? നമുക്ക് അങ്ങനെ ഒരു ഭാവം വരുന്നില്ല. ഭക്തി കിട്ടാനായിട്ട് എന്ത് ചെയ്യും? ഭക്തി എവിടെയെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു 5 കിലോ ഭക്തി ഇങ്ങനെ തരാൻ പറഞ്ഞ ആരെങ്കിലും തൂക്കിയെടുത്ത് തരുമോ? ഇല്ല. അപ്പം ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട് ശിക്ഷാഷ്ടകത്തിൽ, നയനം ഗളതശ്രുതാരയ വദനം ഗദ്ഗദരുദ്ധയാഗിര പുളകേർ നിജിതം വപുകഥാ തവനാമ ഗ്രഹണേ ഭവിഷ്യതി. ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് എന്താണ് ഭഗവാന്റെ കഥകളൊക്കെ ശ്രവിക്കുമ്പോൾ, ഭഗവാന്റെ നാമം ചെല്ലുമ്പോൾ നമ്മളുടെ കണ്ണിൽ കൂടെയൊക്കെ വെള്ളം നമ്മൾ അറിയാതെ തന്നെ വരികയാണെങ്കിൽ, നമുക്കൊരു വിപ്രലംബ ഭാവം അല്ലെങ്കിൽ ഒരു വിറയല്, നമ്മുടെ രോമങ്ങളൊക്കെ എഴുന്നു വരുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് ഭക്തി ഉണ്ടെന്നാണ്. നമുക്ക് അതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്കൊക്കെ ഭക്തി ഇല്ലാന്ന് വേണം കണക്കാക്കാൻ. എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കൊക്കെ അത് ഉണ്ടാവാം, എനിക്കതില്ല, വരുന്നില്ല. നമ്മൾ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നതല്ലല്ലോ അത്. ഹൃദയത്തിൽ നിന്ന് വരുന്ന സംഭവമാണ്. നമ്മൾ പുറമെ നമ്മൾ എത്ര ആക്ട് ചെയ്താലും നമുക്ക് അങ്ങനെ ഭക്തി വരത്തില്ല. നമ്മളിങ്ങനെ കുറെ ഗുസ്തി അഭ്യാസം ഒന്നും കാണിച്ചു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ഒരുപാട് അവതാരങ്ങളും ലീലകളും ആടി ശുദ്ധ സത്വ ഗുണത്തിലുള്ളവരെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ശുദ്ധ സത്വ ഗുണത്തിലുള്ളവരെ ആണ് ഭഗവാൻ കൊണ്ടുപോകുന്നത്. ബാക്കിയുള്ള ഗുണത്തിലുള്ളവർക്കൊക്കെ വീണ്ടും ജനിക്കേണ്ടി വരും എന്നുള്ളത് ഈ ശ്ലോകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അല്ലെ? അപ്പൊ നമ്മള് ഭഗവാന്റെ അവതാരങ്ങളെ പറ്റി നമ്മൾ ഈ ബ്രഹ്മസമിതിയിൽ പറഞ്ഞുള്ള ശ്ലോകം ഉണ്ടല്ലോ, രാമാദിമൂർത്തിഷു കലാനിയമേന തിഷ്ഠൻ നാനാവതാര മകരോത് ഭുവനേഷു കിന്തു കൃഷ്ണ സ്വയം സമഭവത് പരമപുമാൻ യോ ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നോക്കാം. രാമനായും നരസിംഹമായും മറ്റു പല അവതാരമൂർത്തികളിലും അംശാവതാരങ്ങളിലും കുടികൊള്ളുകയും ശ്രീകൃഷ്ണ ഭഗവാനായി സ്വയം ആവിർഭവിക്കുകയും ചെയ്ത ആദിപുരുഷനായ ഭഗവാനെ ഞാൻ ആരാധിക്കുന്നു. അപ്പം രാമാദിമൂർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അവതാരങ്ങളും അവിടെ വന്നിരിക്കുന്നു. ഭഗവാൻ എടുത്തിരിക്കുന്ന അസംഖ്യ അവതാരങ്ങൾ രാമനായും
നരസിംഹമായും അങ്ങനെ ഒരുപാട് അംശാവതാരങ്ങൾ നമ്മൾ ഈ പറഞ്ഞ പോലെ 6 കാറ്റഗറിയിലുള്ള അവതാരങ്ങളിലൊക്കെ തന്നെ ഭഗവാൻ കുടികൊള്ളുന്നു. എന്നിട്ട് സ്വയം ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് തന്നെ വരികയും ചെയ്തു. പരമദിവ്യോത്തര പുരുഷൻ ആ സിറ്റീസ് ഇറങ്ങി വന്നൂടെ അല്ലേ? ഹരേ ഹരേ കൃഷ്ണ പ്രഭു, ഞാൻ ഒന്ന് ഇറങ്ങാണ്. ഹരേ കൃഷ്ണ. മാതാജി ക്ലാസ് തീർന്നു. ഇത്രയേ ഉള്ളൂ. മാതാജി ലീവ് ചെയ്തോളൂ, കുഴപ്പമില്ല. ഹരേ കൃഷ്ണ. അപ്പൊ ആദിപുരുഷനായ ഭഗവാനെ ഞാൻ ആരാധിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പൊ അങ്ങനെ ഈ ഭഗവാൻ ശുദ്ധ സ്വാത്വിക് ഗുണത്തിലുള്ള ഭക്തരെ ഭഗവാൻ തിരിച്ചു കൊണ്ടുവന്നു. അത് ഏതൊക്കെ ലോകത്തിൽ എവിടെയൊക്കെയാണ് അവതാരങ്ങൾ, ഏതൊക്കെ ബ്രഹ്മാണ്ടത്തിലാണ് നമുക്ക് അറിയാൻ പറ്റുന്നില്ല അല്ലെ? അപ്പൊ നമ്മൾ ഇതിന്റെ വിവർത്തനത്തിൽ ഭാവാർത്ഥത്തിൽ കണ്ടു. ഭഗവാൻ ഈ സൃഷ്ടി നടത്തുമ്പോൾ കാരണോദശക വിഷ്ണുവിൽ നിന്ന് അസംഖ്യം എന്താണ് ബ്രഹ്മാണ്ടങ്ങൾ ഇങ്ങനെ ഉദ്ഭവിക്കുന്നു. ഈ ബ്രഹ്മാണ്ടങ്ങളിലേക്കൊക്കെ വേറൊരു വിഷ്ണു പ്രവേശിക്കുന്നു. ആ വിഷ്ണുവാണ് എന്താണ്? ഏത് വിഷ്ണുവാണ്? ഗർഭോദശകായ വിഷ്ണു. ആ ഒരു ശ്ലോകം നമ്മള് ഇതിനകത്തുണ്ട്, ബ്രഹ്മസംഹിതയിലുണ്ട്. യകാരണാർണവജലേ ഭജതി സ്മ യോഗ നിദ്രാമനന്ത ജഗദണ്ഡ സരോമകൂപ ആധാരശക്തിമവലംബ്യ പരാം സമൂർത്തിം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. എന്താ പറഞ്ഞിരിക്കുന്നത്? കാരണാർണവ ജലം, കാരണസമുദ്രത്തിൽ, അതാണ് കാരണ ദിശകായി വിഷ്ണു എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഇരിക്കുന്ന ആ വിഷ്ണു ജഗദണ്ഡ, അതായത് ഓരോ രോമകൂപങ്ങളിൽ നിന്നും, ഭഗവാന്റെ രോമകൂപങ്ങളിൽ നിന്ന് അസംഖ്യം ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാകുന്നു. ആധാരശക്തി അവലംബി പരാംസമൂർത്തി ഗോവിന്ദ. അങ്ങനെ ഗോവിന്ദനായിട്ടുള്ള ഭഗവാന് ഈ ഒരു അവതാരം എടുത്തു. കാരണദർശക വിഷ്ണുവിന്റെ അവതാരങ്ങൾ എടുത്തു. അദ്ദേഹത്തിന്റെ ഒരൊറ്റ ശ്വാസ കാലയളവിലാണ് ഈ പ്രക്രിയയെല്ലാം നടക്കുന്നത്. തിരിച്ചെടുത്തു കഴിയുമ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിലേക്ക് തന്നെ വന്നു ചേരുന്നു. ഈ ഇദ്ദേഹത്തിൽ നിന്ന് തന്നെ പുറത്തു വന്ന ബ്രഹ്മാണ്ടങ്ങളെല്ലാം ഇദ്ദേഹത്തിലേക്ക് തന്നെ വന്നു ചേരുന്നു. അപ്പൊ ആ ഒരു സൃഷ്ടിയുടെ കാലയളവ് വിഷ്ണുവിന്റെ ആ ഒരു ശ്വാസകാലയളവാണ്, കാരണദർശക വിഷ്ണുവിന്റെ. അതുപോലെ തന്നെ പറഞ്ഞിരിക്കും, യസ്വൈക നിശ്വസിത കാലം അധാവലംബ്യ ജീവന്തി ലോമ വിലജ ജഗദണ്ഡനാഥ വിഷ്ണുർ മഹാൻ സ ഇഹ യസ്യ കലാവിശേഷ ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. അപ്പൊ അങ്ങനെ ഈ പറയുന്ന ഓരോ ബ്രഹ്മാണ്ടങ്ങളിലും എന്താണ്? വേറൊരു വിഷ്ണു വന്നു പ്രവേശിക്കുന്നു. ആ വിഷ്ണുവിന്റെ പേരാണ് ഗർഭോദശകായ വിഷ്ണു. ആ ഗർഭോദശകായ വിഷ്ണുവിന്റെ നാഭി പങ്കജത്തിൽ നിന്ന് ഒരു താമര ഇങ്ങനെ വരുന്നു. ആ താമരയിലാണ് ആദ്യത്തെ ജീവാത്മാവായിട്ടുള്ള ബ്രഹ്മദേവൻ പൂജാതനാകുന്നത്. അങ്ങനെ ആ ബ്രഹ്മദേവൻ എന്താണ്? അതായത് ഈ താമരയുടെ ചുറ്റോട് ചുറ്റും നോക്കിയപ്പോൾ എല്ലാം എന്താണ്? ശൂന്യം. അങ്ങനെ അദ്ദേഹത്തിന് 4 തലയൊക്കെ ഉണ്ടായി. 4 തല ഉണ്ടായത് ഓരോ ബ്രഹ്മാണ്ടങ്ങളുടെയും സ്വഭാവത്തിനനുസരിച്ചിട്ടും ആണെന്ന് നമുക്ക് പറയപ്പെടുന്നുണ്ട്. 1000 തലയുള്ള ബ്രഹ്മാക്കൾ വരെയുള്ള ബ്രഹ്മാണ്ടങ്ങളുണ്ട്. അപ്പൊ അതിന്റെ വലിപ്പവും, ബ്രഹ്മാണ്ടങ്ങളുടെ വലിപ്പവും അതിന്റെ സ്വഭാവവും അതിന്റെ വിശേഷമൊക്കെ അനുസരിച്ചിട്ടാണ് ഈ ബ്രഹ്മദേവന്റെ തല അങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമ്മളിപ്പോ ജീവിക്കുന്ന ഈ ബ്രഹ്മാണ്ടത്തിലുള്ള ബ്രഹ്മദേവന് 4 തലയാണുള്ളത്. അദ്ദേഹത്തിന്റെ പേര് വൈരാജൻ എന്നാണ് ബ്രഹ്മദേവന്റെ പേര്. അദ്ദേഹത്തിന് ഇപ്പൊ 51 വയസ്സോളം ആയി. ഇനി അടുത്ത ബ്രഹ്മദേവനായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ ആരാണ്? ഹരേ കൃഷ്ണ, ആരെങ്കിലും ഓർമ്മയുണ്ടോ? ഹനുമാനാണ്. ഇപ്പോഴത്തെ ഹനുമാനാണ് അടുത്ത ബ്രഹ്മദേവനായിട്ട് വരാനായിട്ട് യോഗ്യതയുള്ള ആളെന്നാണ് നമ്മൾ ആചാര്യന്മാർ പറഞ്ഞ് അറിഞ്ഞിരിക്കുന്നത് അല്ലെ? അതുപോലെ തന്നെ അടുത്ത ഇന്ദ്രനാകാൻ യോഗ്യതയുള്ള ആരാണ്? സവിത മാതാജി ഓർമ്മയുണ്ടോ? ഇല്ല പ്രഭു. മഹാബലി. ഭഗവാൻ ആ അനുഗ്രഹം കൊടുത്തില്ലേ വാമനാവതാരത്തിൽ അനുഗ്രഹം കൊടുത്തില്ലേ? അടുത്ത ഇന്ദ്രൻ നീ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട്. കാര്യം ഇന്ദ്രപദവി ആഗ്രഹിച്ചു അല്ലെ? ഇന്ദ്രപദവി ആഗ്രഹിച്ചു. അപ്പൊ അങ്ങനെ ആ ബ്രഹ്മദേവൻ ഇതിന്റെ സ്രോതസ് കണ്ടെത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയിട്ടും കിട്ടിയിട്ടില്ല. അതിന്റെ എവിടുന്നാണ് ഉത്ഭവിച്ചതെന്ന് അറിയാനായിട്ട്. അങ്ങനെ ബ്രഹ്മദേവൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആദിയിൽ വചനം ഉണ്ടായെന്ന് നമ്മൾ കേൾക്കുന്ന പോലെ തന്നെ എന്താണ്? അവിടുന്ന് ഒരു ശബ്ദം ഉണ്ടായി. എന്താണ്? തപ എന്ന് പറഞ്ഞ ശബ്ദം, തപ. അങ്ങനെ ബ്രഹ്മദേവൻ തപസ്സിരുന്ന് 1000 വർഷക്കാലം തപസ്സിരുന്ന് ശേഷം ഭഗവാൻ
എന്ത് ചെയ്തു? പ്രത്യക്ഷപ്പെട്ടിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? ആ, ബ്രഹ്മദേവന് ഗായത്രി ഉപദേശിച്ചു കൊടുത്തു. ആ ഗായത്രിയിൽ നിന്നുള്ള അറിവ് കൊണ്ടാണ് ബ്രഹ്മദേവൻ എന്താണ് ഈ വേദങ്ങളെ സൃഷ്ടിച്ചത്. അങ്ങനെ ഈ വേദങ്ങളിൽ ബ്രഹ്മദേവൻ അദ്ദേഹത്തിന്റെ പിന്നെ ബ്രഹ്മദേവൻ സൃഷ്ടികളൊക്കെ തുടങ്ങിയല്ലോ. ഈ 24 മൂലകങ്ങൾ ഭഗവാൻ തന്നെ എക്സ്ട്രാ 2 കൊടുത്തു. അങ്ങനെ 26 ഇതും കൊണ്ട് സൃഷ്ടിയെല്ലാം നടത്തി. പ്രജാപതിമാരെ സൃഷ്ടിച്ചു. അങ്ങനെ ഈ സൃഷ്ടിയിൽ ഓരോന്നിലും ക്ഷീരോദശകായ വിഷ്ണു പ്രവേശിക്കുന്നു പരമാത്മാവായിട്ട്, അല്ലേ? അത് നമ്മൾ കണ്ടു. അങ്ങനെ ഈ സൃഷ്ടി തുടങ്ങി. പ്രജാപതിമാര് അങ്ങനെ 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 സൃഷ്ടി ഇങ്ങനെ അങ്ങ് പോയി. മനുക്കളായി, പ്രജാപതിമാരായി, അങ്ങനെ അങ്ങനെ സൃഷ്ടി പരമ്പരകൾ ഇങ്ങനെ നീണ്ടുപോയി. അങ്ങനെ ഇരിക്കെ ചെയ്ത് പരമാത്മാവ് ഞാൻ പറഞ്ഞു. പിന്നെ എന്താണ് പറഞ്ഞു വന്ന സബ്ജക്റ്റ് മാറിപ്പോയി. ഞാൻ എന്താണ് പറഞ്ഞു തുടങ്ങിയത്? ഇതന്നെയല്ലേ പറഞ്ഞത്, ഓരോരുത്തരുടെയും മനസ്സിൽ ക്ഷീരോദശകായി വിഷ്ണു ആയിട്ട് വരുന്നു എന്ന് പറഞ്ഞു. ആ അങ്ങനെ ഭഗവാൻ തുടങ്ങിട്ടോ. ഭഗവാൻ പരമാത്മാവായിട്ട് ക്ഷീരോദശകായി വിഷ്ണു ആണ് പരമാത്മാവായിട്ട് ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വന്നിരിക്കുന്നത്. അങ്ങനെ ഈ സൃഷ്ടി ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. അങ്ങനെ ഈ ഗായത്രിയിൽ നിന്നുള്ള അതാണ് പറയുന്നത്, ഗായത്രിയിൽ നിന്നുള്ള നോളേജ് അനുസരിച്ചാണ് വേദങ്ങള്. അങ്ങനെ ബ്രഹ്മദേവന്റെ തന്നെ സൃഷ്ടിയായ മാനസപുത്രനായ നാരദമുനിക്ക് അത് ഉപദേശിച്ചു കൊടുത്തു. നാരദമുനി അത് അദ്ദേഹത്തിന്റെ ശിഷ്യനായ വേദവ്യാസന് ഉപദേശിച്ചു കൊടുത്തു. വേദവ്യാസനാണ് അത് 4ആയിട്ട് പകുത്തത്. അത്രയും വലിയ സംഭവം എന്താണ് 4ആയിട്ട് പകുത്ത് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നത്. അതും നമുക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ വേദങ്ങള്, ഉപനിഷത്തുകൾ വേദാന്തങ്ങളായി. അങ്ങനെ വേദാന്ത സൂത്രം, ഇതിന്റെയൊക്കെ അവസാനം എന്താണ്? ഇതെല്ലാം എഴുതിയ വേദവ്യാസൻ 18 പുരാണങ്ങൾ ഇതെല്ലാം എഴുതിയ ആൾക്ക് അങ്ങനെ 18ാമത്തെ പുരാണമായിട്ട് എന്താണ് ഭാഗവത പുരാണം എഴുതി. വേദവ്യാസൻ തന്നെ സമാധാനം കിട്ടാത്ത അവസ്ഥ, ഒരു തൃപ്തിയില്ല, സന്തോഷമില്ല, ഒന്നുമില്ല. അപ്പൊ എന്താണ്? അദ്ദേഹത്തിന്റെ ഗുരുവിനെ സ്മരിച്ചു. ഗുരു എത്തി. ഗുരു പറഞ്ഞു കൊടുത്തു, എന്താണ് നീ ഭഗവാനെ പറ്റി നീ എന്തുകൊണ്ട് എഴുതുന്നില്ല? ബാക്കിയുള്ളിടത്തെല്ലാം ഇതിന്റെ തത്വങ്ങളും ജ്ഞാനവും എല്ലാം പറഞ്ഞു. ഇത് അദ്ദേഹത്തിന്റെ പേര് മാത്രം പറയുന്നില്ല, അല്ലേ? ഇതാരാണെന്നുള്ളത്. അപ്പൊ അങ്ങനെ സാക്ഷാൽ ആ ഭഗവാനെ പറ്റിയുള്ള ഭാഗവത പുരാണം എഴുതി. അദ്ദേഹത്തിന് ഭയങ്കര ആനന്ദവും അങ്ങനെ ആ ഒരു പ്രത്യേക ആ ഒരു ലെവലിലേക്ക് എത്തിച്ചേർന്നു ഭാഗവത പുരാണം എഴുതി, അല്ലെ? അങ്ങനെയുള്ള ഈ ഭാഗവതമാണ് നമ്മള് ആരുടെ വായിൽ നിന്ന് കേൾക്കുന്നത്? ഒരു ഭക്തന്റെ വായിൽ. നമ്മൾ തത്ത കൊട്ടിയാൽ മാമ്പഴം എത്രമാത്രം മധുരിക്കും, ആ ഒരു മാമ്പഴം നമ്മള് കഴിക്കും എത്രമാത്രം മധുരമുള്ളോ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ഭക്തന്റെ വായിൽ സുഖദേവ ഗോസ്വാമിയിൽ നിന്ന് നമുക്ക് കിട്ടി. അത് നമ്മള് വീണ്ടും ഒരു ഭക്തൻ നമുക്ക് പറഞ്ഞു തരുന്നു. ആരോ? സൂത ഗോസ്വാമി. അങ്ങനെ സൂത ഗോസ്വാമിയിൽ കൂടെ നമ്മൾക്ക് കിട്ടിയ ആ ഒരു ഭാഗവതമാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ഭാഗവതം കേൾക്കാനും സ്മരിക്കാനും അതിലെ രസം പാനം ചെയ്യാനും താല്പര്യപ്പെട്ട് ഇന്ന് നമ്മളിവിടെ വെറും 3 പേരാണ് എത്തിയിരിക്കുന്നത്. അപ്പം ഇതിന്റെ ആ ഒരു മഹിമ നമ്മൾക്ക് ശരിക്കും അറിയാൻ വയ്യാത്തത് കൊണ്ടാണ്, ഈ ഭാഗവതം എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണ് എന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് ഈ അനേകായിരം ലക്ഷക്കണക്കിന് ആൾക്കാരുള്ളതില് നമുക്ക് വളരെ ചെറിയ ആൾക്കാർക്ക് മാത്രമാണ് ഇതിന്റെ ഭാഗ്യം സിദ്ധിച്ചത്. അപ്പൊ അതുകൊണ്ട് നമ്മള് എന്താണ്, ബാക്കി ഉള്ളവർക്കെല്ലാം ഈ ഭൗതിക സാഗരത്തിൽ ഇങ്ങനെ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ജീവാത്മാക്കൾക്കും ഈ ഭാഗവതരസം പാനം ചെയ്തിട്ട് ആ ഒരു ഭഗവാന്റെ ആ ഒരു ശ്രീകൃഷ്ണ ആ ഭാവനാമൃതത്തിൽ മുങ്ങിത്താഴ്ന്ന് അവര് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഈ ഒരു എന്താണ് ഈ ദുഃഖാലയം അശാശ്വതമായ ഈ ലോകത്തിൽ നിന്ന് എല്ലാവർക്കും രക്ഷപ്പെടാനായിട്ട് സാധിക്കട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് സച്ച് ചിത്ത് ആനന്ദം എന്ന് പറഞ്ഞില്ല, അതിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാമോ? മാതാജി, അതൊരു വലിയ ടോപ്പിക്കാണ്. ഞാൻ ഇപ്പൊ അതിനു വേണ്ടി പ്രിപ്പയർഡ് അല്ല. കാര്യം അത് സത് ശക്തി, ചിത് ശക്തി, ആനന്ദ ശക്തി, 3 ശക്തി ഉണ്ട് ഭഗവാന്. ഭഗവാന് അസംഖ്യ ശക്തികളുണ്ട്. അതിലെ 3 ശക്തി സ്വരൂപങ്ങളാണ്. സത് ശക്തിയിൽപ്പെട്ടതാണ് ബലരാമൻ. ചിത് ശക്തിയിൽപ്പെട്ടതാണ് നമ്മളുടെ ജീവാത്മാക്കള്. അതുപോലെ തന്നെ ആനന്ദ ശക്തിയിൽപ്പെട്ടതാണ് നമ്മളുടെ യോഗമായ അല്ലെങ്കിൽ രാധാറാണി. ഇത് അതായത് എന്താണ്, 3 ശക്തികളെ പറ്റി ഉണ്ടല്ലോ: യോഗമായ, മഹാമായ,
പിന്നെ നമ്മുടെ ജീവാത്മാക്കൾ അല്ലെ. അപ്പം എന്താണ് ഞാൻ പറയട്ടെ, അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, തടസ്സ ശക്തി. അന്തരംഗ ശക്തി ആരാണ്? അന്തരംഗ ശക്തി അല്ലെങ്കിൽ ആനന്ദ ശക്തി, ആഹ്ലാദിനി ശക്തി, അല്ലെങ്കിൽ ഹ്ലാദിനി ശക്തി എന്നൊക്കെ പറഞ്ഞ് രാധാറാണിയാണ് അതിന്റെ ആൾ. അപ്പൊ ഭഗവാനും രാധാറാണിയും തമ്മിൽ എന്താണ് ബന്ധം? ഭഗവാനും രാധാറാണിയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല, ഒന്ന് തന്നെയാണ് അല്ലെ. രാധ തന്നെയാണ് കൃഷ്ണൻ, കൃഷ്ണൻ തന്നെയാണ് രാധ. അപ്പൊ പിന്നെ ഇവര് രണ്ടായിട്ട് അറിയപ്പെടാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാനെ ആസ്വദിക്കണം എന്ന് തോന്നുമ്പോൾ എന്താണ്, ആ ആസ്വാദനത്തിന്റെ രൂപമാണ്, അല്ലെങ്കിൽ ആഹ്ലാദിക്കാൻ അതിന്റെ രൂപമാണ് രാധാറാണി അല്ലെ. നമ്മൾ അതിന് ഒരു ഉദാഹരണം പറഞ്ഞു അല്ലെ. എന്താണ് നമ്മള് എന്താണ് പറഞ്ഞത്? ഭഗവാൻ സൂര്യനാണെങ്കിൽ, ഭഗവാനെ സൂര്യനായിട്ട് ഉപമിക്കുവാണെങ്കിൽ ആ സൂര്യരശ്മിയാണ് രാധാറാണി എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. മനസ്സിലായിരുന്നല്ലേ? സൂര്യരശ്മി. ഇപ്പൊ സൂര്യനും സൂര്യരശ്മിയും തമ്മിൽ എന്താണ് ബന്ധം? സൂര്യനിൽ നിന്നാണ് സൂര്യരശ്മി വരുന്നത്. അപ്പൊ ഭഗവാനിൽ നിന്നാണ് രാധാറാണി വരുന്നത്. പക്ഷെ സൂര്യരശ്മി, സൂര്യൻ ഇല്ലെങ്കിൽ സൂര്യരശ്മി ഇല്ല. അപ്പൊ ഭഗവാൻ ഉണ്ടായത് കൊണ്ടാണ് രാധാറാണി ഉള്ളതും അല്ലെ. പിന്നെ നമുക്ക് ഈ സൂര്യനിൽ എത്തിച്ചേരാൻ അത്ര എളുപ്പമാണോ? അല്ല. പക്ഷെ സൂര്യരശ്മി നമുക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റും, ആസ്വദിക്കാൻ പറ്റും, നമുക്ക് സ്പർശിക്കാൻ പറ്റും അല്ലെ. ഈ സൂര്യരശ്മി അല്ല എല്ലാ പ്രവൃത്തിയും ചെയ്യുന്നത്. സൂര്യഗോളമാണോ ചെയ്യുന്നത്? പ്രവൃത്തികളൊക്കെ ആരാ ചെയ്യുന്നത്? സൂര്യരശ്മിയാണ് അല്ലെ. വൃക്ഷങ്ങൾക്ക് നമുക്ക് വെളിച്ചം തരുന്ന ആരാണ്? സൂര്യരശ്മിയാണ്. അതുപോലെ തന്നെ എന്താണ് താപം തരുന്നതും എല്ലാ സസ്യങ്ങളും ആഹാരം പാകം ചെയ്യുന്നത് എന്താണ്? സൂര്യരശ്മി ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ നമുക്ക് ടൈം ആരാണ് മാനേജ് ചെയ്യുന്നത്? ഇതല്ലേ, സൂര്യരശ്മി അല്ലേ. അതായത് സൂര്യന്റെ ഉദയ അസ്തമയം അനുസരിച്ചിട്ടാണ് നമ്മളുടെ ഈ പ്രകൃതിയിലുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പൊ ഇതെല്ലാം ആരാണ് ചെയ്യുന്നത്? ആ ശക്തിയാണ് ഇതിനെ, ആ സൂര്യരശ്മിയാണ് ചെയ്യുന്നത് അല്ലെ. പക്ഷെ അത് ഉത്ഭവിക്കുന്ന എവിടുന്നാണ്? അപ്പൊ ആ സൂര്യ ഗോളത്തിൽ നമ്മൾ പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സൂര്യരശ്മിയിൽ നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ, ശരണാഗതി പ്രാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ടേക്ക് എത്തിപ്പറ്റാം? മറ്റു സൂര്യഗോളത്തിൽ എത്തി ഇതുപോലെ തന്നെയാണ്. ഇതാണ് നമ്മൾ കണ്ടത്. പക്ഷെ നമ്മൾ എന്താണ്, ഈ പ്രകാശത്തെ നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. നമ്മൾ ആശ്രയിക്കുന്ന എന്താണ്? ഈ പ്രകാശത്തിന്റെ ഒരു മറുവശമുണ്ട്. അതാരാണ്? നിഴല്. അതാണ് ഭഗവാന്റെ ബഹിരംഗ ശക്തി അല്ലെങ്കിൽ മഹാമായ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ആശ്രയിക്കുന്ന നിഴലിനെയാണ്. പ്രകാശം ഒരു മറ ഇട്ട്, ഒരു കർട്ടൻ ഇട്ടിട്ട് തിരിച്ചിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇതിന്റെ ഇടയിൽ ആരാണ് നിൽക്കുന്നത്? ജീവാത്മാവായ തടസ്സ ശക്തി നിൽക്കുകയാണ് അല്ലെ. ഈ തടസ്സ ശക്തിയായ ജീവാത്മാവ് നമ്മൾക്ക് ഓരോരുത്തർക്കും തീരുമാനിക്കാം, നമ്മൾ പ്രകാശത്തിനെ ആശ്രയിക്കണോ നിഴലിനെ ആശ്രയിക്കണോ. അപ്പം ആ ഒരു പ്രോസസ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രകാശത്തെ ആശ്രയിച്ചിരിക്കഴിഞ്ഞാൽ നമ്മള് പ്രകാശം എവിടെ നിന്നാണ്? ഭഗവാനിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഭഗവാനിലേക്ക് എത്തിച്ചേരും. നിഴലിനെ ആശ്രയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മള് എന്താണ്, ആ നിഴലുമായിട്ട് ബന്ധപ്പെട്ട ഭൗതിക പ്രകൃതിയുടെ ആ ഒരു ഇതില് ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും നമ്മളിങ്ങനെ കറങ്ങി നടക്കേണ്ടി വരും അല്ലെ. അപ്പൊ നമ്മള് ആ ഒരു കർട്ടൻ നമ്മൾ മാറ്റാനുള്ള പ്രോസസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തന്നെയാണ് ഹരിനാമ ജപം ചെയ്യുന്നത് അല്ലെ. അപ്പൊ നിഴലിൽ നിന്ന് പ്രകാശം. അതുകൊണ്ടാണ് അസതോമ സത്യമേ തമസോമ ജ്യോതിർഗമേ. തമസിൽ നിന്ന് എന്താണ്? പ്രകാശത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് അല്ലെ. മൃത്യോർമ്മ അമൃതംഗമ. മൃത്യുവിൽ നിന്ന് എന്താണ്? അമൃതത്തിലേക്ക് വരിക. അപ്പൊ ഇതാണ് ആ 3 ശക്തികളാണ് അല്ലെ. അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, തടസ്സ ശക്തികൾ. അപ്പൊ സത് ചിത് ആനന്ദ വിഗ്രഹ. സത് ചിത് ആനന്ദ വിഗ്രഹം അതൊരു വലിയ ടോപ്പിക്കാണ് മാതാജി. ഇതിനെല്ലാം ഈ സത് ശക്തി, ചിത് ശക്തി, ആനന്ദ ശക്തി, ഇതിനൊക്കെ ഒരുപാട് എക്സ്പ്ലനേഷനും അതിന്റെയൊക്കെ പേഴ്സോണിഫൈഡ് ഫോംസ് ഒക്കെ ഉണ്ട്. അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ടോപ്പിക്ക് വരുമ്പോൾ അത് എടുക്കാം. എനിക്ക് ഭയങ്കര മറവിയാണ്. ഇപ്പം എന്താ പറയുന്നത്, പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ക്ലാസ്സിൽ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അത് ഓർമ്മയിൽ നിൽക്കുന്നില്ല. വയസ്സും പ്രായമായതുകൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല. കൃത്യമായിട്ടൊരു ഡെഫിനേഷൻ ഉണ്ട് മാതാജി അതിന്. അത് ഞാൻ എപ്പോഴേലും അത് കിട്ടുമ്പം പറയാം. സച്ചിദാനന്ദ വിഗ്രഹം. ഞാൻ ഈ പറഞ്ഞ 3 ശക്തികൾ ഭഗവാൻ അസംഖ്യം ഉള്ളതിലുണ്ട്. അപ്പൊ അത് ഇതുമായിട്ട് ബന്ധമുണ്ട്. അപ്പൊ ശക്തിയാണ് ബലരാം, അങ്ങനെയൊക്കെയുള്ളതാണ് അതിന്റെ പേഴ്സോണിറ്റി ഫോം. ചിക് ശക്തി എന്ന് പറയുന്നത് ഭഗവാന്റെ ചിക് ശക്തി കൊണ്ടാണ് ജീവാത്മാക്കളെ സൃഷ്ടിക്കുന്നതെന്നുണ്ട്. ആനന്ദ ശക്തിയാണ് യോഗമായ ശക്തി.
ഇത് മഹാമായാണ് ബഹിരംഗ ശക്തി. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ റിലേഷൻസ് ഉണ്ട്. അത് ഞാൻ വിശദമായിട്ട് അത് എപ്പോഴാണെങ്കിലും എനിക്ക് അവസരം കിട്ടുമ്പോൾ ഒരു ക്ലാസ്സിൽ ഞാൻ അത് എടുക്കാതെ അതൊന്ന് ആ നോക്കിയിട്ട് ഓക്കെ. വേറെ സംശയം ഇല്ലെങ്കിൽ ഓരോ പോയിന്റ് പറയാം. ഹരേ കൃഷ്ണ. പഞ്ചഭൂത നിർമ്മിതമാണ് നമ്മുടെ ഓരോരുത്തർ മനുഷ്യ ശരീരങ്ങള്. അതില് ആത്മാവായിട്ട് നിലകൊള്ളുന്നത് ഭഗവാന്റെ അംശമാണ്. അതായത് ഓരോ ജീവാത്മാവിന്റെയും പിതാവ് തന്നെയാണ് ഭഗവാൻ. പിന്നെ പിന്നെ ഞാൻ എന്താ നോട്ട് ചെയ്തത്, എല്ലാ കാരണങ്ങൾക്കും കാരണം ഭഗവാനാണ്. ഭക്തി നമ്മൾക്ക് സേവയിലൂടെ മാത്രമേ നേടാനാവൂ, അല്ലാതെ ഭക്തി നേടാൻ വേറൊരു മാർഗവും ഇല്ല എന്നാണ് പറയുന്നത്. ഭക്തി അല്ലെങ്കിൽ ഭഗവാനായിട്ട് സൃഷ്ടിച്ച ഭക്തന്മാര് അല്ലെങ്കിൽ ഭഗവാന്റെ പാർഷദന്മാര്, ഇപ്പൊ പൂന്താനവും ക്രൂരമ്മയൊക്കെ ഭഗവാന്റെ പാർഷദന്മാരല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ഇതെന്താ യശോദാമ്മയൊക്കെ അല്ലേ? അവർക്കൊഴിച്ചിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ തന്നെ നമ്മൾ കഷ്ടപ്പെട്ട് സേവ ചെയ്ത് 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 നേടിയെടുക്കണം ഭഗവാന് കൃപ ഉണ്ടായിട്ട്. അല്ല അങ്ങനെ വെറുതെ അങ്ങനെ ഭക്തി കിട്ടത്തില്ല. ഭഗവാൻ അത് വളരെ പിശുക്കി ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ വിട്ടു തരത്തില്ല. ഞാൻ തരില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാശി പിടിച്ച് വെച്ചിരിക്കുക. വലിയ ബുദ്ധിമുട്ടാ കിട്ടാനായിട്ട്. ഓക്കെ. അതെ അതെ. കൃഷ്ണ ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. പ്രഭു, ഞാനങ്ങ് ഉറങ്ങിപ്പോയി പ്രഭു, ഒന്നും മനസ്സിൽ നിൽക്കുന്നില്ല, അങ്ങ് ഉറക്കം വന്നു. അതെയല്ലേ? ആ മാതാജി ഇത്ര നേരം ഇരുന്നല്ലോ. ഭഗവാൻ ഉറങ്ങുകയാണെങ്കിൽ പ്രഭു കൂടി ഒരു 3:15 എഴുന്നേക്കുന്ന പ്രഭു, അന്നേരം എനിക്ക് അങ്ങ് ഇത്ര ആകുമ്പോഴത്തേനും അങ്ങ് ഉറക്കം വന്നു പോകും. അതെ അതെ. ശരി എന്നാ, കുഴപ്പമില്ല മാതാജി. ഹരേ കൃഷ്ണ. രാധാ മാതാജി. ഒന്നും പറയാൻ ഇന്നത്തേക്ക് മാതാജിക്ക് ഹരേ പോയിന്റ്സ് ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ കുഴപ്പമില്ല. ഒരുമാതിരി ഇനി പറയാൻ പറ്റുന്നില്ല. അതെല്ലേ? മാതാജി അതിന് വേണ്ടിയിട്ട് ഒരു നോട്ട് എഴുതിയാൽ മതി. നമ്മള് സ്കൂളിലൊക്കെ ചെയ്ത പോലെ നമ്മള് ഇന്നൊന്നും എഴുതി പറയുമ്പോ എല്ലാം അതങ്ങ് കേട്ടോണ്ടിരുന്നേ. അത് നോക്കി അങ്ങ് വായിച്ചാൽ മതി. കാര്യം മാതാജിയുടെ ഒക്കെ ഒരേ ആ കാറ്റഗറിയാണ് ഞാനും. കാര്യം ഞാനിങ്ങനെ വാതാവരണം ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. ഞാൻ ഈ നോട്ട് എഴുതുന്നതിലൊക്കെ ഞാൻ ഭയങ്കര മടിയാണ്. എനിക്കും ഭയങ്കര മടിയാണ്. കേട്ടിരിക്കും, നമ്മൾ ഇങ്ങനെ സുഖിച്ചിങ്ങനെ ഇരിക്കും. പക്ഷെ നോട്ട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മടിയാണ്. പക്ഷെ അത് എന്നെ പഠിപ്പിച്ച ഗുരുപ്രഭുവിനെ എന്റെ ക്ലാസ്സിൽ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ അവസാനം ഈ ചോദ്യം ചോദിക്കുന്നത് കണ്ട് മാത്രം ഞാൻ നോട്ട് എഴുതാൻ നിർബന്ധിതനായി. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഞാനിപ്പോ എന്തെങ്കിലുമൊക്കെ പറയുന്നത് അങ്ങനെ ഞാൻ നോട്ട് എഴുതുന്നത്. പ്രഭു നല്ല നല്ല പോയിന്റ്സ് ഇങ്ങനെ പറയും. ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ ഇങ്ങനെ എഴുതി വെക്കും. എഴുതി വെച്ച് കഴിഞ്ഞിട്ട് പിന്നീട് ക്ലാസ് കഴിയുമ്പോൾ ഓരോ പോയിന്റ് പറയുമ്പോൾ അത് നമ്മളങ്ങ് നോക്കി അങ്ങ് വായിക്കും. കാണാതെ പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മളെ ഇവിടെ ഒരു മാതാജി കയറുന്നുണ്ട്. ഇന്ന് അവർ വന്നിട്ടില്ല. അവര് യുഎസിലെങ്ങോട്ട് പോയി കുട്ടികളുടെ അടുത്തേക്ക്. എഴുതി ആ മാതാജിയുടെ പേരെന്താണ്? ശശികല മാതാജി. ശശികല മാതാജി പോയിന്റ് പറയാൻ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈവൻ നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് പോലും ആ രീതിയിൽ പറയാൻ പറ്റത്തില്ല. ഇപ്പം എനിക്കൊന്നില്ല, രാധാമാതാജിക്ക് പരിചയമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ശശികല മാതാജിയോട് ഇപ്പം നമ്മളിപ്പോ ഈ ശ്ലോകങ്ങൾ രണ്ടെടുത്തില്ലേ? പ്രഭു, ആ മാതാജി നേരത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മുടെ ഇതിൽ വരുന്നത്. പുള്ളിക്ക് നല്ലതായിട്ട് ആ മാതാജി എല്ലാ പോയിന്റ്സും നല്ല ഇതായിട്ട് എക്സ്പ്ലെയിൻ അതെ, ചെയ്ത് പറയുന്നുണ്ട്. ഞാനും ആ മാതാജിയായിട്ട് വേറെ ഫിസിക്കൽ ക്ലാസ്സിലും പോകുമ്പോൾ ഒരുമിച്ച് ചില ക്ലാസ്സിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ വെച്ചിട്ടും അത്രയും പേര് പറയുന്നതിലും ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള എത്രയോ വലിയ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് പോലും പറയാൻ പറ്റുന്നതിനേക്കാൾ ഉപരിയായിട്ട് ക്ലാസ് എടുത്തിരിക്കുന്ന ആൾക്ക് പോലും മാതാജി പറയുമ്പോൾ അതിശയം തോന്നും. ഞാൻ ഇത്രയൊന്നും പറഞ്ഞില്ല, അതിലും കൂടുതൽ മാതാജി പറഞ്ഞല്ലോ എന്ന് പറയും. ഇങ്ങനെയാണ് മാതാജി പറയുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് അതിശയപ്പെട്ടിട്ടുണ്ട്. മാതാജിയുടെ പ്രഭു അതെ. ആ മാതാജി കോട്ടയത്ത് വൈക്കത്തുള്ളതാണ്. നമ്മുടെ വീടിന്റെ അടുത്ത ഭാഗത്തുള്ളതാണ് അവര്. അത് ഒരു ഭയങ്കര ഇന്റലിജൻസ് ആണ് കേട്ടോ. അത് ഞാൻ എപ്പോഴും അത് എങ്ങനെ പറയും, ഇത് ഈ ഭാവാർത്ഥം ഇതെല്ലാം വായിച്ചിട്ട് എനിക്ക് അതിൻ്റെ അകത്ത് ഒരു പോയിന്റ് പറയണമെങ്കിൽ ഞാൻ എത്ര പാടുപെടും. ഞാനിങ്ങനെ എന്റെ മനസ്സിലിരിക്കുന്ന പഴയ കഥകളും ഇതൊക്കെ എനിക്കിങ്ങനെ ഫീഡ് ചെയ്ത് പറയാൻ പറ്റും. പക്ഷെ ഇതിൻ്റെ അകത്ത് തന്നെ പോയിന്റ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യോ
എന്താ പറയാന്ന് വെച്ചാൽ എനിക്ക് തന്നെ ബുദ്ധിമുട്ടാണ്, തപ്പുതലേ ആവും. കാര്യം ഞാനിത് മാതാജി ഇതിന്റെ അകത്തെ പോയിന്റ്സ് അല്ല പ്രഭു പറയുന്നത്. മാതാജി നല്ല ഇതായിട്ട് അതിന്റെ വേറെ ഇതിൽ വെച്ചുള്ള എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒത്തിരി അതിന്റെ പോയിന്റ്സ് മാതാജി എല്ലാം. ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് അതിശയിച്ചിട്ടുണ്ട് മാതാജിയെ. മാതാജിക്ക് ശരിക്കും ക്ലാസ് ഒക്കെ എടുക്കാനായിട്ടുള്ള നല്ല ജ്ഞാനമുണ്ട്. പക്ഷെ മാതാജി ഇതുവരെ അതിന് കൂട്ടാക്കിയിട്ടില്ല. പലരും നിർബന്ധിച്ചിട്ടും മാതാജി അതിനൊന്നും കൂട്ടാക്കുന്നില്ല. ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട്. ഇന്നിപ്പോ ഇവിടെ അമേരിക്കയിൽ പോയിക്കാൻ അവര് മക്കളുടെ അടുത്തേക്ക് പോയിരിക്കുക. അവൾ ഡോക്ടറാ ഉണ്ടാണ് മോള്. അങ്ങനെ പോയിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഇനി രാധാമാതാജി പ്രാക്ടീസ് ചെയ്താൽ മതി. ഇതേപോലെ നോട്ടൊക്കെ എഴുതിയിട്ട് അത് നോക്കി വായിച്ചാൽ മതി. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ എഴുതുന്ന സമയത്തും പിന്നീട് അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്തും കുറച്ചൊക്കെ നമ്മുടെ തലയിൽ നിൽക്കും, അല്ലെങ്കിൽ ഒന്നും നിൽക്കത്തില്ല. അതുകൊണ്ടാണ്. ഇന്ന് ഓക്കെ. നല്ല സ്പീഡിൽ ഞാനും കുറെ ദിവസമായില്ലേ വന്നിട്ട്, അപ്പൊ എല്ലാം കൂടെ ഒരു പുക ആ പോലെ. അതെ, കുഴപ്പമില്ല. സാരമില്ല. ഇത് വളരെ നിസ്സാരമായ കാര്യം, ഇത്രയേ ഉള്ളൂ. അപ്പം ഇത്രയും നേരം നിങ്ങൾ വന്നതുകൊണ്ട് എനിക്കത് സന്തോഷിക്കാണ്ട് പറ്റി. അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഞാനും മായ പിടിച്ച് ഇങ്ങനെ ഇരുന്നേനെ. അപ്പം ഒരാളെ അല്ലെങ്കിൽ ഒരാള് ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റും. നമുക്ക് വെറുതെ ലാപ്ടോപ്പിൽ നോക്കി എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഭിത്തിയെ നോക്കി എടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വന്നത് കൊണ്ട് ക്ലാസ് എടുക്കാണ്ട് പറ്റി, ഭഗവാന്റെ കാര്യം പറയാൻ പറ്റി. അതുകൊണ്ട് ഒരുപാട് സന്തോഷം. നന്നായിട്ട് കേട്ടു. കൃപാസന്ത ഭവച്ച പതിനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്തിക്ക് ചെയ്യും. ഹരി കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.